بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد السلام عليكم ورحمة الله وبركاته ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നല്ലേ. നവംബർ ഡിസംബറിലായിരുന്നു, അപ്പോൾ ഒക്ടോബർ നവംബർ ആ സമയങ്ങളിലും കണ്ടായിരുന്നു തോന്നുന്നു. ഫൈൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാണ്. വിഷയം ഡയറക്റ്റ് നമ്മുടെ ആ പഴയ പാറ്റേണിൽ തന്നെയാണ് പോവുക. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ സംശയമല്ല, കമന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. ഓക്കെ. അപ്പോൾ ആദ്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രൊഫൈൽ ആണ് പറയുക, പിന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി, പിന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് ആൻഡ് പേഴ്സണാലിറ്റി, ഷഹാദത്ത്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സമയം അനുസരിച്ച് പറയുന്നത് ഡീറ്റെയിൽ ആയി പറയും, ബാക്കി എവിടെ വെച്ചാണോ സ്റ്റോപ്പ് ആവുക അവിടെ നമ്മൾ നിർത്തും. ഓക്കെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നാണല്ലോ അദ്ദേഹത്തിന്റെ പേര്. അഫ്ഫാൻ എന്നാണ് വാപ്പയുടെ പേര്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദില്ല എന്നായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് അബുൽ ഖാസിം എന്നായിരുന്നത് പോലെ, ഉമർ ഖത്താബിൻ്റെത് അബു ഹഫ്സ് എന്നായിരുന്നത് പോലെ, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെത് അബൂബക്കർ എന്നായിരുന്നത് പോലെ. അത് പിന്നെ ബക്കർ എന്നുള്ള മോനെന്ന് ഉള്ളതുകൊണ്ടല്ല, നമ്മൾ മുമ്പ് പറഞ്ഞാണ്, ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നയാൾ എന്ന അർത്ഥത്തിലാണ്. ഓക്കെ. അദ്ദേഹത്തിന്റെ ലഖബ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശേഷണം ദുന്നൂറൈൻ എന്നാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹിയുടെ 2 പത്നിമാരെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചതിനാലാണ് ഇരട്ട പ്രകാശത്തിന്റെ ഉടമ എന്ന അർത്ഥത്തിൽ ദുന്നൂറൈൻ എന്ന് അദ്ദേഹം വിളിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സ്വദേശം മക്കയാണ്. ജനിച്ചത് എവിടെയാണെന്നറിയാവോ? മക്കയിലല്ല, ത്വായിഫിലാണ്. അന്നത്തെ മക്കയിലെ ഖുറൈശി സമ്പന്നരുടെ മൂന്നാറായിരുന്നു ത്വായിഫ് എന്ന് പറഞ്ഞാൽ. മക്കയിലെ ഉഷ്ണകാലം ചെലവഴിക്കാൻ സപ്രമാണിമാർ പോയിരുന്നത് പിന്നെ ത്വായിഫിലേക്കായിരുന്നു. അവിടെ പച്ചപ്പുള്ള ഒരു സുഖശീതളമുള്ള കാലാവസ്ഥയായിരിക്കും. അങ്ങനെ അവിടെ കഴിയുമ്പോഴാണ് ഉമ്മ അർവ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 5 വർഷം കഴിഞ്ഞാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ത്വായിഫിൽ സംഭവിച്ചത്. നമുക്കറിയാം, ആനക്കലഹ വർഷത്തിലാണ് റസൂലുള്ളാഹിയുടെ ജനനം. അപ്പോൾ ആനക്കലഹ വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു. അഥവാ നബിയും ഉസ്മാനും തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസമാണ് അമ്മായിപ്പനും മരുമോനും തമ്മിൽ ഉള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഗോത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ബനു ഉമയ്യ ഗോത്രമാണ്. ഖുറൈശി ഗോത്രം എന്ന് പറയുന്നത് 12ഓളം വ്യത്യസ്ത കുടുംബങ്ങളാണല്ലോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഹാഷിം കുടുംബം. അവരോട് ജാഹിലിയ കാലത്തും പിന്നീട് ഖിലാഫത്ത് റാഷിദയുടെ കാലത്തിന് ശേഷവും മത്സരിച്ച, സാമൂഹികമായും രാഷ്ട്രീയമായും മത്സരത്തിൽ ഏർപ്പെട്ട വിഭാഗമാണ് ബനു ഉമയ്യ വിഭാഗം. ബനു ഉമയ്യയിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് ഹിജ്റ 35-ാമത്തെ വർഷത്തിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിലേക്ക് കടന്നാൽ വാപ്പയുടെ പേര് അഫ്ഫാൻ ഇബ്നു അബിൽ ആസ് എന്നായിരുന്നു. ഉമ്മയുടെ പേര് അർവ. അത് പറയുമ്പോൾ ചില സംഗതികൾ നമുക്ക് അറിയാത്തതുണ്ട്. റസൂലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു കുടുംബബന്ധമുണ്ട്. അമ്മായിപ്പനും മരുമോനും എന്നുള്ളത് മാത്രമല്ല, റസൂലുള്ളാഹിയുടെ 2 മക്കളെ കല്യാണം കഴിച്ചു എന്നുള്ളത് മാത്രമല്ല, അതിനു മുമ്പേ ഒരു കുടുംബബന്ധമുണ്ട്. അതാണ് അർവ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മ അർവ. അർവയുടെ ഉമ്മ ഉമ്മുൽ ഹക്കീം അൽ ബൈള എന്നായിരുന്നു. അൽ ബൈള എന്നും ഉമ്മു ഹക്കീം എന്നും പേരിൽ അറിയപ്പെട്ട സ്ത്രീയാണ്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വല്യമ്മയുടെ പേര് ഉമ്മു ഹക്കീം. ഈ ഉമ്മു ഹക്കീം അബ്ദുൽ മുത്തലിബിന്റെ മകളാണ്. ക്ലിയർ? അത് മാത്രമല്ല, അപ്പൊ ഈ കാലഗണനക്രമം അനുസരിച്ച് ചില കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉമ്മു ഹക്കീം അർവയെ പ്രസവിച്ച് അർവ ഉസ്മാനെ പ്രസവിക്കുമ്പം ഇപ്പുറത്ത് ഇനി ഈ രസം എന്താന്ന് വെച്ചാൽ, ചരിത്രത്തിൽ കാണുന്നത് റസൂലുള്ളാഹിയുടെ വാപ്പ അബ്ദുള്ള ഉണ്ടല്ലോ, അബ്ദുള്ള ഒറ്റയ്ക്ക് പ്രസവിക്കപ്പെട്ടതല്ല, ഇരട്ട പ്രസവമായിരുന്നു. ടിന്നായിരുന്നു. ടിൻ ബ്രദറും സിസ്റ്ററും ഉണ്ടായിരുന്നു. അബ്ദുള്ളക്ക് ഒരു ടിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. അതാരെന്നറിയോ? ഇവരാണ്, ഉമ്മു ഹക്കീമാണ്. ഉമ്മു ഹക്കീമുൽ ബൈള ആണ്. അപ്പോൾ റസൂലിന്റെ വാപ്പ അബ്ദുള്ള ഉണ്ടായതോടൊപ്പം ഉമ്മ ഫാത്തിമയ്ക്ക് ഉണ്ടായ കുട്ടിയാണ് ആര്? ഉമ്മു ഹക്കീം ബൈള. ഉമ്മു ഹക്കീം ബൈളന്റെ മകൾ അർവയുടെ മകനാണ് ഉസ്മാൻ. അപ്പോൾ നമ്മൾ കാലഗണന അനുസരിച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ എത്രാം വയസ്സിലാണ് ഉമ്മു ഹക്കീം അർവയെ പ്രസവിച്ചത്? എത്രാം വയസ്സിലാണ് ഉസ്മാനെ പ്രസവിച്ചതെന്ന വിഷയത്തിൽ ഒരു പക്ഷേ അത് അന്നൊക്കെ
13-ാമത്തെയും 14-ാമത്തെയൊക്കെ വയസ്സിൽ പ്രസവശേഷി എത്തുമായിരുന്നു അറേബ്യൻ സ്ത്രീകൾക്ക് എന്നാണ് കാണുന്നത്. അപ്പൊ നമ്മൾ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. അങ്ങനെ ഒരു ബന്ധം ഉണ്ട്. അപ്പോ റസൂലിന്റെ വാപ്പ അബ്ദുള്ളയുടെ ഷഖീഖത്ത് എന്നാണ് പറയാ, വാപ്പ ഉമ്മയൊത്ത സഹോദരി എന്ന് പറയും, ആണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വല്യുമ്മ. റസൂലിന്റെ അമ്മായി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വല്യുമ്മ, ചെടിക്ക് പറഞ്ഞാൽ അമ്മായി എന്ന് പറഞ്ഞാൽ മലബാറാ? പാടപെങ്ങള്, മാമി അല്ലെ, അമ്മായി. ഓക്കെ. ഇനി അതാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഉമ്മയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അർവ എന്നായിരുന്നു പേര്. ഇനി ഉസ്മാൻ റളിയല്ലാഹു ചരിത്രത്തിൽ കാണുന്നത് ഒരു സഹോദരിയാണ്, ആമിന എന്ന പേരുള്ള ഒരു സഹോദരിയും ഉഖ്ബ എന്ന പേരിൽ ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഫാമിലിയിലേക്ക് കടന്നാൽ അദ്ദേഹം 8 അല്ലെങ്കിൽ 9 വിവാഹങ്ങൾ കഴിച്ചു എന്നാണ് കാണുന്നത്. അദ്ദേഹത്തിന് 7 ആൺമക്കളും 2 പെൺമക്കളും ചേർന്ന് 9 മക്കളായിരുന്നു എന്നും, അതല്ല അദ്ദേഹത്തിന് 16 മക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ കാണാം. അതിൽ ഭാര്യമാരുടെ പേരായാലും മക്കളുടെ പേരായാലും കുറെ ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മാത്രം നമ്മൾ പറഞ്ഞു പോവുകയാണ്. ഒന്നാമത്തെ നമുക്കറിയാം, ആദ്യമായി വിവാഹം കഴിച്ച റുഖയ്യയാണ്. റുഖിയ എന്നാണ് പറയാറ്. റുഖിയ ശരിയായ പ്രൊനൗൺസിയേഷൻ അല്ല, റുഖയ്യ എന്നാണ്. റസൂലിന്റെ 2ാമത്തെ മകൾ റുഖയ്യയെ ആണ് റസൂൽ ആദ്യം കല്യാണം കഴിച്ചത്. അവര് ഹിജ്റ 2-ാം വർഷം ബദർ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലാളിതരായി റസൂലും സംഘവും മദീനയിൽ തിരിച്ചെത്തിയ ദിവസത്തിലാണ് റുഖയ്യയുടെ മരണവും ഖബറടക്കവും നടന്നത്. അപ്പോൾ ഒരു സന്തോഷവും ഒരു സങ്കടവുമാണ് അവരെ എതിരേറ്റത്. അതുകൊണ്ട് തന്നെ ബദരി അല്ല, ബദറിൽ പങ്കെടുക്കാത്ത ബദരിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മരണശൈലിയിലായിരിക്കെ ശുശ്രൂഷയ്ക്കായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുക്കുകയായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ബദറിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ബദറിലെ ഗനീമത്ത് ഉസ്മാനും ലഭിച്ചു. ഷെറയ്യുള്ളത് കൊണ്ടാണ് അദ്ദേഹം പങ്കെടുക്കാതിരുന്നത്. റുഖയ്യയ്ക്കും ഉസ്മാനും ഒരു കുട്ടി ഉണ്ടായി, അബ്ദുല്ലാഹിൽ അക്ബർ, വലിയ അബ്ദുള്ള എന്നാണ് അറിയപ്പെടുന്നത് ചരിത്രത്തിൽ. കാരണം മറ്റൊരു ഭാര്യയിൽ മറ്റൊരു അബ്ദുള്ള ഉണ്ടായിരുന്നു. ആ അബ്ദുള്ള അസ്ഗർ, കുഞ്ഞബ്ദുള്ള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ അബ്ദുള്ള ബാലനായിരിക്കെ ഏതോ ജീവിയുടെ അറ്റാക്ക്, കോഴി കൊത്തിയതാണെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. മുഖത്ത് സാരമായി പരിക്കേൽക്കുകയും അങ്ങനെ ആ മുറിവ് പഴുത്ത് അദ്ദേഹം, ആ കുഞ്ഞ് മരിക്കുകയായിരുന്നു. ബാലനായിരിക്കെ മരിച്ചു. 8-9 വയസ്സൊക്കെ ഉള്ളൂ കാലയളവ് നോക്കുമ്പോൾ. റുഖയ്യ മരിച്ചതിന് ശേഷമാണ് ആ പേരക്കുട്ടി, റസൂലിന്റെ ആ പേരക്കുട്ടി മരിച്ചത്. 2ാമത് വിവാഹം കഴിച്ചത് ഉമ്മു കുൽസൂമിനെയാണ്. ഉമ്മു കുൽസൂമിലും ഉസ്മാനിലും മക്കളൊന്നുമില്ല. അവർ കുറച്ചു കാലം ദാമ്പത്യ ജീവിതം ഉണ്ടായിരുന്നു. ഹിജ്റ 9-ാം വർഷത്തിലാണ് റുഖയ്യ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത്. റുഖയ്യയുടെ മരണത്തോടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതീവ ദുഃഖിതനായി. അപ്പോ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 ഡയലോഗുകൾ ചരിത്രത്തിൽ കാണാം. ഒന്ന്, നമുക്ക് 3-ാമതൊരു മകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഉസ്മാനെ താങ്കൾക്ക് ഞാൻ അവളെ വിവാഹം ചെയ്തു തന്നേനെ. അപ്പൊ ഫാത്തിമയോ? അപ്പോഴേക്കും ഫാത്തിമയും അലിയും നമ്മളുടെ കല്യാണം കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു റിവായത്ത് കാണാം, അതുപോലെ നമ്മൾ കേൾക്കാത്ത ഒന്നാണ്, എനിക്ക് 40 പുത്രിമാരുണ്ടായിരുന്നെങ്കിൽ ഒന്നിനു പിറകെ മറ്റൊന്നായി അവരെ മുഴുവൻ തീർച്ചയായും ഞാൻ ഉസ്മാൻ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് റസൂൽ പറഞ്ഞിട്ട് മറ്റൊരു റിവായത്ത് കാണാം. എന്ന് പറഞ്ഞാൽ അത്രത്തോളം 40 പെൺമക്കൾ ഉണ്ടാകുന്നല്ല, അത്രത്തോളം ഉസ്മാനെ സ്നേഹിച്ചിരുന്നു റസൂൽ. റസൂലിന്റെ മനസ്സിൽ ഉസ്മാൻ അത്രയും സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നാമത്തെ കാരണം, ഈ ബനു ഉമയ്യയും ബനു ഹാഷിമും നമ്മളുടെ കിടമത്സരം അറിയാലോ, ജാഹിലിയ കാലം മുതലേ. ബനു ഉമയ്യയിൽപ്പെട്ട പ്രമുഖരാണ് അബൂ സുഫിയാൻ, അങ്ങനെയുള്ള ഇവര്. ബനു ഉമയ്യക്കാർ ആരും ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല ദീർഘകാലം. മക്കം ഫത്തുവിന് ശേഷമാണ് സഹാബികളിലെ തുലക്കാത കാറ്റഗറിയിലാണ് ബനു ഉമയ്യയിലെ പല സഹാബിമാരും വരുന്നത്. അബൂ സുഫിയാൻ, മുആവിയ, ഹിന്ദ്. ഇതാണ് ഹാഷിമികളിൽ നിന്നൊരു നബി ഉണ്ടെങ്കിൽ ഹാഷിമികൾ വിശ്വസിച്ചോട്ടെ, ഞങ്ങളിൽ നിന്നൊരു നബി വന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നതായിരുന്നു ആ ഗോത്ര മാത്സര്യം. പക്ഷെ അതൊന്നും പകവയ്ക്കാതെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് തന്നെ 6-ാമത്തെയോ 7-ാമത്തെയോ ആളാണെന്നാണ് കേൾക്കുന്നത് ഇസ്ലാം സ്വീകരിച്ചവരിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ബനൂ ഉമയ്യയിൽ നിന്നും പിന്നെ ഉന്നത സ്വഭാവത്തിന്റെ ഉടമയായ, നല്ല ധാർമ്മിക നിലവാരമുള്ള, എല്ലാവർക്കും പ്രിയങ്കരനായ, ആർക്കും എതിരഭിപ്രായം പറയാനില്ലാത്ത ഉസ്മാൻ എന്ന യുവാവ് ഇസ്ലാമിലേക്ക് വന്നത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേറ്റം സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉപഹാരം എന്നോണമാണ്. അബൂലഹബ് പക വീട്ടിയതാണല്ലോ, ഉമ്മു കുൽസൂമിനെയും റുഖയ്യയെയും വിവാഹമോചിതരാക്കിയും ഒരു കല്യാണ നിശ്ചയം നടന്നിട്ട് അത് മുടക്കിയും പണി കൊടുത്ത് നിൽക്കുകയാണ് അബൂലഹബ്. ആ സമയത്താണ് അബൂലഹബിന്റെ മക്കളെക്കാൾ മിടുക്കനായ, യോഗ്യനായ ഒരു വരനായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഭക്തനാണ്, നല്ല വിശ്വാസിയാണ്, സൗമ്യനാണ്,
ദയാലുവാണ്. അപ്പൊ പെൺമക്കൾക്ക് വേണ്ടി ഭർത്താക്കന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അത്തരക്കാർക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ റസൂൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി റുഖയ്യയുടെ മരണശേഷം, ഉമ്മു കുൽസൂമിന്റെ മരണശേഷം പിന്നെ ഫാത്തിമ, ബനൂ ഉമയ്യയിൽപ്പെട്ട ഗോത്രത്തിൽപ്പെട്ട ഫാത്തിമ എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ചതായിട്ട് കാണുന്നു. അവരിൽ വലീദ് എന്ന് പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു, സഈദ് എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു, ഉമ്മു സഈദ് എന്ന പേരിൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. പിന്നീട് ഇവരെ വിവാഹമോചനം ചെയ്തു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. മറ്റൊരു ഭാര്യ, ഞാൻ ഓർഡറിലല്ല പറയുന്നത് കേട്ടോ, ഉമ്മു അമ്ര എന്നൊരു ഭാര്യ ഉസ്മാൻ റളിയല്ലാഹു ഉണ്ടായിരുന്നു. അവരിൽ അമ്ര, അബാൻ എന്നിങ്ങനെ 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മക്കളിൽ ഏറ്റവും പ്രശസ്തനായി തീർന്നത് ഈ അബാൻ ഇബ്നു ഉസ്മാനാണ്. അദ്ദേഹമാണ് ആദ്യമായി ഇസ്ലാമിക ചരിത്ര രചന ആരംഭിച്ചത്. താബിഈ പണ്ഡിതനാണ് അബാൻ ഇബ്നു ഉസ്മാൻ. ഉസ്മാന്റെ 9 അല്ലെങ്കിൽ 16 മക്കളിൽ ഏറ്റവും പ്രശസ്തനായി തീർന്നത്. ബാക്കി എല്ലാവരും അപ്രശസ്തരായിരുന്നു. അവരെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഉമ്മു അമ്ര എന്ന ഭാര്യയിലാണ് ആ കുട്ടികളൊക്കെ ഉണ്ടായത്. പിന്നെ മറ്റൊരു ഭാര്യയായിരുന്നു ഫാഹിത്ത. അത് ഉത്ബ ഇബ്നു ഗസ്വാൻ എന്ന് പറയുന്ന ഒരു സഹാബിയുടെ സഹോദരിയായിരുന്നു ഫാഹിത്ത. അതിലാണ് കുഞ്ഞബ്ദുള്ള ഉണ്ടായത്. അടുത്തത് നായില ബിൻതുൽ ഫറാഫിസ. നായില ഫേമസ് ആണ്. നായില ക്രൈസ്തവ സ്ത്രീയായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ചു. കൽബ് ഗോത്രക്കാരിയായിരുന്നു. വിവാഹത്തിന് മുമ്പേ അവർ ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. ഈ നായിലയായിരുന്നു അവസാനത്തെ ഭാര്യ എന്നാണ്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ കൊല്ലുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഭാര്യയാണ് നായില. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കലാപകാരികൾ വെട്ടാൻ ശ്രമിക്കുമ്പോൾ കൈകൊണ്ട് തടുത്തതിന്റെ പേരിൽ വിരലൊക്കെ അറ്റുപോയിട്ടുണ്ട് നായിലയുടെ റളിയല്ലാഹു അൻഹ. അവര് ഭയന്ന് കിടുങ്ങിപ്പോവുകയും പിന്നീട് അവര് അങ്ങനെ പുറം ലോകത്തേക്ക് വല്ലാണ്ട് വരാതിരിക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹു വിവാഹ വാഗ്ദാനം ഓഫർ ചെയ്തെങ്കിലും അവർ അത് നിരസിക്കുകയൊക്കെ ചെയ്തു. അന്ന് വിവാഹം ഓഫർ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. അന്ന് ഒരു വിധവയായ സമൂഹത്തിലെ ഒരു വിധവയായ സ്ത്രീക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പരിഗണനയായിരുന്നു മറ്റൊരാൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉറഫനുസരിച്ച് ഏകപത്നി വ്രതമാണല്ലോ. അതുകൊണ്ട് ചിലപ്പോ അതൊക്കെ മോശമായി ആളുകൾ വിലയിരുത്തും. അന്നത്തെ സാമൂഹിക വിവാഹത്തെ കുറിച്ചുള്ള കൺസെപ്റ്റ് മറ്റൊന്നായിരുന്നതിനാൽ പക്ഷെ മുആവിയ സ്നേഹപൂർവ്വം നായില നിരസിക്കുകയും പിന്നീട് മറ്റൊരു വിവാഹമേ കഴിച്ചിട്ടില്ല. അവരങ്ങനെ തന്നെ വഫാത്താവുകയാണ് ചെയ്തത് നായില. മറ്റൊരു വൈഫാണ് റംല എന്ന പേരിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു. ഉമ്മുൽ ബനീൻ എന്ന പേരിൽ മറ്റൊരു ഭാര്യയും ഉണ്ടായിരുന്നു. ഇവരിലൊക്കെ ആയിട്ടാണ് മക്കള്. ഒന്ന് അബ്ദുള്ള. ഇത്രയുമാണ് ഭാര്യമാരുടെ പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി മക്കളുടെ പേരുകളിലൂടെ ചുമ്മാ വെറുതെ ഒന്ന് പോവാം. അബ്ദുല്ലാഹിൽ അക്ബർ, അബ്ദുല്ലാഹിൽ അസ്ഗർ, അമ്ര, അബാൻ, സഈദ്, വലീദ്, ഖാലിദ്. ഇത്രയും പേരുടെ പേരാണ് കാണുന്നത്. 7 പേർ. പെൺമക്കൾ മറിയം, ഉമ്മു സഈദ്. വേറെയും മക്കൾ ഉണ്ടായിരുന്നു. പ്രധാനമായി ഇത്രയും ആളുകളുടെ പേര്. ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഫാമിലി. ഒരേ സമയം 4 വിവാഹം കഴിച്ചിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത് വിവാഹമോചിത കാരണത്താലോ മരണത്താലോ ഒക്കെ ആവുമ്പോഴാണ് മറ്റൊരു വിവാഹം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കഴിച്ചിരുന്നത്. മറ്റ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഉമർ ഖത്താബിനെ ഒക്കെ പോലെ തന്നെ. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആൻഡ് ലൈഫ് അതിലേക്ക് കടന്നാൽ അത് സംബന്ധമായ ഒരു 5-8 പോയിന്റുകൾ പറഞ്ഞ് നമ്മൾ നിർത്തും. ഒന്ന്, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വിൽ പവർ. അദ്ദേഹം ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് വന്നു. ബനൂ ഉമയ്യയിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നു പറയുമ്പോൾ ബനൂ ഉമയ്യക്കാർക്ക് തന്നെ ഒരു ഷോക്കാണ്, നാണക്കേടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും ആ ഗോത്രവികാരവും ആഭിജാത്യവും ഒന്നും വെച്ചു പുലർത്താതെ തന്നെ റസൂലിൽ വിശ്വസിക്കുകയും അതിന്റെ പേരിൽ ധാരാളം മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാവരും ആക്ഷേപിക്കുമായിരുന്നു. അത്രയും കാലം ഏറ്റവും സുഖസമ്പൂർണമായ സമ്പന്ന ജീവിതം നയിച്ച വ്യക്തിയാണ്. ആ പ്രായത്തിൽ തന്നെ സമ്പന്നനായിരുന്നു, എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു, ജനപ്രിയനായിരുന്നു. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് അദ്ദേഹം ഒരു സൈക്കോളജിക്കൽ വാറാണ് ആ സമയത്ത് നടത്തിയത്. അഫ്ഫാൻ മരണപ്പെട്ടപ്പോ ഉമ്മയെ പിന്നെ കല്യാണം കഴിച്ച വ്യക്തിയെന്നും അതല്ല അദ്ദേഹത്തിന്റെ പിതൃവ്യൻ എന്ന് പറയുന്നുണ്ട് ഹക്കം ഇബ്നു അബിൽ ആസ്. ഹക്കം ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കളുള്ള ഒരാളായിരുന്നു. റസൂലുള്ളാഹിയുടെ സുജൂദിൽ കിടക്കുന്ന കഅബയുടെ മുറ്റത്ത് സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹിയുടെ കഴുത്തിൽ കൊണ്ടുപോയി ഒട്ടകത്തിന്റെ ചീഞ്ഞിളഞ്ഞ കുടൽമാല ഇട്ട നീചനാണ് ഈ ഹക്കം, ഉസ്മാന്റെ പിതൃവ്യൻ. അദ്ദേഹം ചങ്ങലക്കിട്ട് പൂട്ടി ബന്ധനസ്ഥനാക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, വല്ലാഹി നീ നമ്മുടെ പിതാക്കളുടെ മാർഗം വിട്ട് പുതിയ ദീൻ സ്വീകരിക്കുകയാണോ? നീ ഇതിനെ ഉപേക്ഷിക്കാതെ, മുഹമ്മദിനെ ഉപേക്ഷിക്കാതെ നിന്നെ ഞാൻ മോചിപ്പിക്കുകയില്ല.
ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, വല്ലാഹി ഈ ചങ്ങലയിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ ദീൻ വിടില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ മറ്റുള്ളവർക്ക് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. അദ്ദേഹം ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു. ഇനി 2 ഹിജ്റ ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ആദ്യത്തെ ഹിജ്റ നമുക്കറിയാം അബിസീനിയയിലേക്കായിരുന്നു. അതും ഒറ്റയ്ക്കായിരുന്നില്ല, റുഖയ്യയോടൊപ്പം ആണ് ആ ഹിജ്റ നടത്തിയത്. അതിനെ പ്രശംസിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിക്ക് ശേഷം അള്ളാഹുവിലേക്ക് ഹിജ്റ പോകുന്ന ആദ്യത്തെ ദമ്പതികൾ അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തികൾ ഇവരാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെയും റുഖയ്യ ബീവിയുടെയും അബിസീനിയയിലേക്കുള്ള ഹിജ്റയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, വിശേഷിപ്പിച്ചു. ലൂത്ത് നബിക്ക് ശേഷം എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഇബ്രാഹിം നബിയുടെ സമകാലികനാണ്, സഹോദരന്റെ പുത്രനാണ് ലൂത്ത്. ലൂത്തിന് ശേഷമുള്ള പല ബനു ഇസ്രായേൽ പ്രവാചകന്മാരെ നമ്മൾ കാണുന്നത്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ വന്ന് റസൂലുള്ളാഹിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും ഭാര്യയ്ക്കുമാണ് ആ ഭാഗ്യം സിദ്ധിച്ചത് എന്നുള്ളതാണ്. മാതൃകാ ദമ്പതികൾ. ഓക്കെ. പിന്നീട് മക്കയിൽ എല്ലാവരും ഇസ്ലാം സ്വീകരിച്ചു എന്നൊരു തെറ്റായ വാർത്ത പരന്നതിന്റെ അടിസ്ഥാനത്തിൽ അബിസീനിയയിൽ നിന്ന് കുറെ ആളുകൾ തിരിച്ചു വന്നു. വാർത്ത ശരിയല്ലായിരുന്നു. കുറെ പേര് മടങ്ങിപ്പോയി, കുറെ പേര് മടങ്ങിപ്പോയില്ല. മടങ്ങിപ്പോകാതെ വീണ്ടും മക്കയിൽ താമസിച്ചവരിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും റുഖയ്യയും പെടുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒന്നായിരുന്നു ധർമ്മിഷ്ഠനായിരുന്നു, ദാനശീലൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചതിന്റെ വിഷയത്തിൽ പിന്നെ ഏറ്റവും വലിയ റെക്കോർഡിട്ട ആളുകളിൽ ഒരാളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചില ഉദാഹരണങ്ങളോട് മാത്രം നമുക്ക് പോവാം. ഏറ്റവും ഫേമസ് ആണ് ബിഉറു റൂമ. മദീനയിൽ ശുദ്ധജലക്ഷാമം പിടിപെട്ടു. ആളുകൾക്ക് കുടിക്കാൻ വെള്ളമില്ല. അപ്പോ ഒരു ജൂതന്റെ കയ്യിൽ ഒരു റോമ കിണർ, ബിഉറു റൂമ എന്ന പേരിലൊരു കിണർ ഫേമസ് ആയിരുന്നു. അത് വലിയ ഇഷ്ടംപോലെ വെള്ളമുള്ളതായിരുന്നു. ഈ ജൂതനാണ് വെള്ളം വിലക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആരെങ്കിലും അത് വാങ്ങി പബ്ലിക്കിനായിട്ട്, മുസ്ലിങ്ങൾക്കായിട്ടും പബ്ലിക്കിനായിട്ടും വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12,000 ദിർഹമിന് ആ കിണറിന്റെ പകുതി അവകാശം ആദ്യം കൈക്കലാക്കി. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉസ്മാനും അടുത്ത ദിവസം ആ ജൂതന്. അപ്പൊ ഉസ്മാന്റെ ഊഴത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും? 2 ദിവസത്തേക്കുള്ള വെള്ളം ശേഖരിച്ചു വെക്കും. ജൂതന് മനസ്സിലായി ഇത് നടപടി ഉണ്ടാവില്ല. അങ്ങനെ പൂർണ്ണമായും അദ്ദേഹം അത് ഉസ്മാൻ റളിയല്ലാഹു വിൽക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അത് പബ്ലിക് കിണറായിട്ട് വിട്ടുകൊടുക്കുകയും ചെയ്തു. 12,000 ദിർഹം എന്നാണ് കാണുന്നത്. ചെറിയൊരു കണക്ക് പറയാം. ദിർഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിൽവർ കോയിൻ. ഒരു ദിർഹം എന്ന് പറഞ്ഞാൽ 2.975 ഗ്രാം ആണ്, സിൽവർ ആണ്. അപ്പൊ 12,000 ദിർഹം എന്ന് പറഞ്ഞാൽ 35.7 കിലോ വെള്ളിയാണ്. ഇന്നത്തെ വെള്ളിയുടെ വില അറിയോ എത്ര? അന്ന് വെള്ളിക്കും സ്വർണത്തും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ദീനാറും ദിർഹമും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇന്നത്തെ കണക്ക് മാത്രം എടുത്ത് നോക്കാം വെറുതെ. ഇന്ന് 1 ഗ്രാം വെള്ളി എന്ന് പറഞ്ഞാൽ ശരാശരി 90-നും 100-നും ഇടയ്ക്ക് 95 കൂട്ടിക്കോ. അപ്പൊ അങ്ങനെ 95 കൂട്ടിയാൽ 12,000 ദിർഹം എന്ന് പറഞ്ഞാൽ 32 അല്ലെങ്കിൽ 36 ലക്ഷത്തിനിടയിലാണ് വരിക. അത് പകുതി വില കിണറിന്റെ. പിന്നീട് ബാക്കി വിലയും കൊടുത്ത് അതും കഴിഞ്ഞില്ല കേട്ടോ ഒന്നത്. അപ്പോ പണ്ഡിതന്മാർ പറയുന്നത് ചരിത്രത്തിൽ കാണാം 12,000 ദിർഹം എന്ന് പറഞ്ഞാൽ അന്നത്തെ പർച്ചേസിംഗ് പവർ ഗോൾഡിന് തുല്യമാണ്. അപ്പോ ഈ 36-ലൊന്നും നിൽക്കൂല, കോടികൾ വരും എന്നാണ് പറയുന്നത്. കോടിപതിയായിരുന്നു. നമ്മൾ കാണുന്ന ഏതെങ്കിലും പ്രാദേശിക ഏതെങ്കിലും ഒരു ജില്ലയിലെ ഒരു സമ്പന്നൻ എന്ന അർത്ഥത്തിലൊന്നും അല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും കാണേണ്ടത്. അവർ വേൾഡ് ലെവലിൽ തന്നെ മികച്ച സമ്പന്നരിൽ പെട്ടവരായിരുന്നു അവർ എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കച്ചവട ചരക്കുകളൊക്കെ വേൾഡ് മാർക്കറ്റുകളിലാണ് ക്രയവിക്രയം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോട് കിടപിടിക്കുന്ന വ്യക്തി തന്നെയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന്, മസ്ജിദുൻ നബവിയുടെ വിപുലീകരണം നടന്നു മക്ക ഫത്ത് മദീനയുടെ സമയത്ത്. അപ്പൊ അതിന് പിന്നെ വിപുലീകരിക്കണമെങ്കിൽ സ്ഥലം വാങ്ങണം, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വാങ്ങണം. 25,000 ദിർഹമിനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങുകയും പള്ളിക്ക് സംഭാവന ചെയ്യുകയും ചെയ്തു. നമ്മൾ നേരത്തെ 12,000-ന്റെ കണക്കാ പറഞ്ഞ കേട്ടോ, 12,000 ദിർഹം. ഇത് 25,000 ദിർഹം. അപ്പൊ എത്ര ലക്ഷം വരും നിങ്ങളൊന്ന് വെറുതെ കൂട്ടി നോക്കുക. ലക്ഷം അല്ല ശരിക്കും. അന്ന് സ്വർണം ഞാൻ പറഞ്ഞല്ലോ, ദീനാറും ദിർഹവും തമ്മിൽ വലിയ കോസ്റ്റ് വ്യത്യാസം ഇല്ല. ഓക്കെ. അങ്ങനെ 25,000 ദിർഹമിന് സ്ഥലം വാങ്ങി മസ്ജിദ് നബവിയുടെ വിപുലീകരണത്തിന് വിട്ടുകൊടുത്തു. മറ്റൊന്ന്, മക്കം ഫത്തഹിന് ശേഷം മസ്ജിദുൽ ഹറം വിപുലീകരിക്കാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. അപ്പോ തൊട്ടടുത്തുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ വീടും ഒരു വലിയ വീടും സ്ഥലമൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് മേടിച്ചാലേ നടക്കുള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേറെ വീടില്ല, വേറെ സ്ഥലവും ഇല്ല, അതുകൊണ്ട് സൗജന്യമായി തരാൻ നിർവാഹമില്ല. അങ്ങനെ അതിന് വില വെച്ചു. അത് 10,000 ദീനാർ ഗോൾഡ് കോയിൻ കൊടുത്താണ് ആ വലിയ വീട് കച്ചവടമാക്കി.
അത് മസ്ജിദുൽ ഹറാമിന്റെ വിവരണത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ഇവിടെയൊക്കെ ഏത് സഹാബിയാണ് പൊങ്ങി വരുന്നത് സമ്പത്തുമായിട്ട്, കാശുമായിട്ട്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ റെക്കോർഡ് ഡൊണേഷൻ കാണുന്നത് ഹിജ്റ 9-ാം വർഷം തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം ക്ഷാമകാലമായിരുന്നു, വിളവെടുക്കാറായിരുന്നു. 3 സഹാബികളെ 50 ദിവസത്തേക്ക് ഉപരോധിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായത് ഈ തബൂക്ക് യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്ഷാമസേന, ജയ്സുൽ ഉസ്റ എന്നാണ് ആ സൈന്യത്തെ അറിയപ്പെട്ടത്. റോമൻകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ ഒരു പര്യടനം കൂടിയായിരുന്നു. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ അവസാനത്തെ ഗസ്വയും റസൂലുള്ളാഹിയുടെ കാലത്ത് അദ്ദേഹം നേരിട്ട് യുദ്ധം നയിച്ച അവസാനത്തെ യുദ്ധവും തബൂക്കായിരുന്നു എന്നുള്ളതാണ്. അതിന് പുറപ്പെട്ടു. അപ്പോ ആരെടുത്തും പൈസ ഇല്ല, സമ്പത്തില്ല, പിന്നെ കുതിരയോ ഒട്ടകങ്ങളോ യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളോ ഒന്നും കയ്യിലില്ല. അൽ ബക്കാഉൻ, കുറെ പേര് നിവൃത്തിയില്ലാഞ്ഞിട്ട് കരഞ്ഞോണ്ടാ തിരിച്ചു പോയത് ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റാതെ എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനൗൺസ്മെന്റ് നടത്തി, ഇവരെ ഒരുക്കാൻ ആരുണ്ട്? ഈ ജയ്സുൽ ഉസ്റയെ ഒരുക്കുന്നവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകും, പുറത്തു കൊടുക്കും. മറ്റൊരു റിവായത്തിൽ കാണാം, ഈ ജയ്സുൽ ഉസ്റയെ സജ്ജമാക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന അനൗൺസ്മെന്റ് ഒക്കെ കേട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചാടി വരികയും അദ്ദേഹം ഈ സൈന്യത്തിന് പോകാൻ ആവശ്യമായ 940 ഒട്ടകങ്ങളെ തയ്യാറാക്കിയതാണ്. ദീർഘമാസങ്ങളോളം സഞ്ചരിക്കാൻ പറ്റുന്ന നല്ല എന്താ പറയാ ക്വാളിറ്റിയുള്ള നല്ല സ്റ്റാമിനയുള്ള ഒട്ടകങ്ങളെ വേണം കൊണ്ടുപോകാൻ. വലിയ ഭാരം വഹിച്ചാണല്ലോ പോകും. ആയുധങ്ങളും ഭക്ഷണവും ആളും ഒക്കെ അതിലുണ്ടാവും. 950 എന്നും 940 എന്നും കാണുന്നുണ്ട്. ഏതായാലും അത്രയും ഒട്ടകങ്ങളെ സജ്ജമാക്കി 60 കുതിരകളെ, യുദ്ധക്കുതിരകളെ റെഡിയാക്കി 10,000 ഗോൾഡ് കോയിൻസും സംഭാവന ചെയ്തു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം സന്തോഷിപ്പിച്ച ഒരു ഡൊണേഷൻ ആയിരുന്നു അത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നുണ്ട്, 700 ഊഖിയ സ്വർണം റസൂലിന്റെ മുമ്പിൽ മസ്ജിദ് നബവിയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊരിയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഊഖിയ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് ഓഫ് ഗോൾഡ് കോയിനാണ് അത് പറയുക, പഴയൊരു കണക്കാണ്. ഇത് കേട്ട് റസൂൽ സന്തോഷമായി പറഞ്ഞു, ഉസ്മാനെ, രഹസ്യമായും പരസ്യമായും താങ്കൾ ചെയ്തതും അന്ത്യദിനം വരെ ഉണ്ടായേക്കാവുന്നതുമായ എല്ലാം താങ്കൾക്ക് അള്ളാഹു പുറത്തു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നാണ്. മറ്റൊന്ന് കാണാം, ഇനി അങ്ങോട്ട് ഉസ്മാൻ ചെയ്യുന്നതൊന്നും അദ്ദേഹത്തിന് ദോഷകരമായി സംഭവിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശീർവദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഖിറത്തിന് ദോഷമാവുന്ന ഒന്നും സംഭവിക്കില്ല. മുസ്ലിം കലാപകാരികളാണ് ഒരാളെ കൊല്ലപ്പെട്ടത്. അപ്പോ ഈ റസൂലി പറഞ്ഞതും അതും തമ്മിൽ കോൺട്രാഡിക്ഷൻ ഇല്ല, വൈരുദ്ധ്യം ഇല്ല. ഇനി അങ്ങോട്ട് ഉസ്മാൻ ചെയ്യുന്നതൊന്നും അദ്ദേഹത്തിന്റെ ഉഖ്റവി ജീവിതത്തിന് ദോഷകരമായി വരുന്നൊന്നും സംഭവിക്കില്ല. ഇതിന് വലിയ ഓഫർ എന്താണ് വേണ്ടത്? ഈ തബൂക്ക് യുദ്ധം ഇങ്ങനെയൊക്കെ വലിയ പ്രിപ്പറേഷനോടെ പുറപ്പെട്ടെങ്കിലും യുദ്ധം ഒഴിവായി. അപ്പൊ ആ സമ്പത്തൊക്കെ സാധാരണഗതിയിൽ ഒരാൾ തിരിച്ചെടുത്താലും അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകത്തിന്റെ മൂക്കുകയറ് പോലും തിരിച്ചു മേടിച്ചില്ല. എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്നാണ്. പണത്തിന് വൈക്കോലിന്റെ വില മാത്രമേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കണ്ടിരുന്നുള്ളൂ എന്നൊക്കെയാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരണം വരെയും എല്ലാ വെള്ളിയാഴ്ചയും ഓരോ അടിമയെ വീതം അദ്ദേഹം മോചിപ്പിക്കുമായിരുന്നു. അന്ന് അടിമയ്ക്കൊക്കെ നല്ല വിലയാണ്, മോചിപ്പിക്കുമായിരുന്നു എന്നാണ്. പിന്നീട് ഒന്ന് കാണുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയൊരു ക്ഷാമം നേരിട്ടു. ആളുകളുടെ കയ്യിൽ ഭക്ഷണമില്ല, പൈസ ഇല്ല, വല്ലാത്ത ഇടങ്ങേറാണ്. ഖലീഫ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നാളെ വൈകുന്നേരം ആവുമ്പോൾ അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്ക് വരും. അബൂബക്കർ സിദ്ദീഖ് ഉദ്ദേശിച്ചത് വലിയൊരു കാഫില, വലിയൊരു കച്ചവട സംഘം, വലിയ ലാഭവും കൊയ്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വലിയൊരു ടീം വരുന്നുണ്ട് എന്നാണ്. അപ്പോ അദ്ദേഹം അതിൽ ന്യായമായും പ്രതീക്ഷ അർപ്പിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാഫില എത്തി. ഇഷ്ടം പോലെ കച്ചവട ചരക്കുകളാണ്. അപ്പൊ മദീനയിലെ വ്യാപാരികൾ എല്ലാവരും ഒന്നിച്ചുകൂടി. എന്നിട്ട് അവര് പറഞ്ഞു എന്നാണ്, ചരക്ക് വിൽക്കുന്നോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, എന്ത് ലാഭം തരും എന്ന് ചോദിച്ചു എന്നാണ്. അപ്പൊ പറഞ്ഞു 10-ന് 12 വെച്ച് തരാം. അവൻ പറഞ്ഞു ഇല്ല, അതിലും കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങൾ 10-ന് 15 തരാം. ഇല്ല, അതിലും അധികം എനിക്ക് കിട്ടും, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓഫർ ഉണ്ട്. അപ്പൊ ഞങ്ങളാണ് മദീനയിലെ കച്ചവടക്കാർ, ഞങ്ങളറിയാത്ത ഒരു മാർക്കറ്റ് റേറ്റ് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അപ്പോ സ്മരണാന്റെ മറുപടി, അള്ളാഹു. 1 ദിർഹമിന് 10 ഇരട്ടി തരാമെന്ന് അള്ളാഹ് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പൊ കച്ചവടക്കാർക്ക് കാര്യം മനസ്സിലായി. അപ്പൊ കച്ചവടക്കാർ സ്ഥലം വിട്ടു. അപ്പോ തന്നെ അദ്ദേഹം ആ മാർക്കറ്റിൽ നിന്നുകൊണ്ട് അനൗൺസ് ചെയ്തു എന്നാണ്, അള്ളാഹുവെ, മദീനയിലെ ദരിദ്രർക്ക്, മദീനയിലെ മിസ്കീനുകൾക്ക് വിലയോ കണക്കോ കൂടാതെ ഇത് മുഴുവൻ ഞാൻ ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ആപൽ ഘട്ടങ്ങളിൽ തന്റെ സമ്പത്ത് സമുദായത്തിനും സമൂഹത്തിനും വേണ്ടി ചെലവഴിച്ച വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ തഖ്വയെ കുറിച്ച് ചില കാര്യങ്ങൾ. അദ്ദേഹം പകൽ മുഴുവനും നോമ്പിലും രാത്രി മുഴുവനും
തഹജ്ജുദിലുമായി കഴിഞ്ഞുകൂടിയിരുന്ന വ്യക്തിയാണ്. അധിക ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സമകാലികർ പറയുകയാണ്, ഉസ്മാൻ കാലം മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും രാത്രിയുടെ ആദ്യങ്ങളിൽ അല്പസമയം ഒഴിച്ച് ബാക്കി മുഴുവൻ ഉറങ്ങി, ബാക്കി മുഴുവൻ അദ്ദേഹം നിസ്കാരത്തിൽ ഏർപ്പെടുമായിരുന്നു എന്നാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ ഒരായത്തോതുമായിരുന്നു. അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദ വഖായിമ യഹ്ദറുൽ ആഖിറ വയർജു റഹ്മത റബ്ബിഹി. അതിന്റെ അർത്ഥം രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തും നിന്നും നിസ്കരിക്കുകയും പരലോകത്തെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ കാരുണ്യത്തെ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമർ പറയായിരുന്നു, ഇത് ആരാണെന്നറിയോ? സൂറത്ത് സുമറിലെ 9-ാമത്തെ ആയത്താണ്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. ഉസ്മാനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് അബ്ദുല്ലാഹിബ്നു ഉമർ പറഞ്ഞതായി കാണാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി നബിയിൻ റഫീഖുൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ എല്ലാ നബിമാർക്കും ഓരോ ചങ്ങാതി ഉണ്ടാവും. വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ. സ്വർഗത്തിൽ എന്റെ ചങ്ങാതി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സഹവാസം ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുകയും ഉറപ്പാക്കുകയും ചെയ്തു എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വയം പറയുന്നുണ്ട്, മാ സനൈതു ഫിൽ ജാഹിലിയത്തി വലാ ഫിൽ ഇസ്ലാമി വലാ സറഖ്തു. ഞാൻ ജാഹിലിയ കാലത്തോ ഇസ്ലാമിലോ ആയിരിക്കെ വ്യഭിചരിക്കുകയോ മോഷ്ടിക്കുകയോ ചെയ്തിട്ടില്ല. അസാധാരണമായ ധാർമ്മിക ശക്തിയുള്ളവർക്ക് മാത്രമേ അതിന് കഴിയുമായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രമുഖരായ പല സ്വഹാബിമാരും ജാഹിലിയ കാലത്ത് മദ്യപിക്കുകയോ വ്യഭിചരിക്കുകയോ ഒക്കെ ചെയ്തവരുണ്ട്. ഇസ്ലാമിന് ശേഷമാണ് അവരുടെ വിശുദ്ധ ജീവിതം ആരംഭിച്ചത്. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മോഷണം, വ്യഭിചാരം തുടങ്ങിയ അധാർമികതകളിൽ നിന്നും അമാന്യമായ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ മുക്തനായിരുന്നു അക്കാലത്ത്. മറ്റൊരു സംഭവം കാണാം. ഒരു ദിവസം ദേഷ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വേലക്കാരന്റെ ചെവി പിടിച്ച് തിരുമി, നന്നായി തിരുമി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഞാൻ ആ ചെയ്തത് മോശമായല്ലോ. ഉടനെ അവനെ വിളിച്ചിട്ട് പ്രതികാരമായി തന്റെ ചെവി പിടിച്ച് തിരുമാൻ അദ്ദേഹം കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ അദ്ദേഹം മടിച്ചു നിന്നു. അപ്പോ വീണ്ടും നിർബന്ധിച്ചപ്പോ അദ്ദേഹം മനസ്സിലായി. അപ്പൊ തിരുമുമ്പോ തിരിച്ച് വേലക്കാരൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ചെവി പിടിച്ച് തിരുമുമ്പോ പറഞ്ഞു, നന്നായി തിരുമു, ദുനിയാവിലെ പ്രതികാരം ആഖിറത്തിലെ പ്രതികാരത്തെക്കാൾ എത്രയോ സോഫ്റ്റാണ്. അതുകൊണ്ട് ഞാനൊന്നും ആഖിറത്തിലേക്ക് വെക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. പിന്നെ നമുക്കറിയാവുന്ന പോലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളൊന്നാണ് ലജ്ജ, ഹയാ. നാണവും ലജ്ജയും വ്യത്യാസമുണ്ട് കേട്ടോ. നാണം സ്ത്രീ സഹജമായിരിക്കാം, പക്ഷെ ലജ്ജ അങ്ങനെ സ്ത്രീ സഹജമായി റിസർവ് ചെയ്യേണ്ട ഒന്നല്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ വേണ്ട ഈമാനിന്റെ ഭാഗമായി വരേണ്ട ഒന്നാണ്. നാണവും ലജ്ജയും വ്യത്യാസമുണ്ട്. ലജ്ജയിൽ പെടുന്ന ഒന്നാണ് നാണം, ലജ്ജ മറ്റൊന്നാണ്. എല്ലാത്തരം അശ്ലീല വർത്തമാനങ്ങളിൽ നിന്നും കാഴ്ചകളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും മനസ്സ് അകന്നു നിൽക്കുകയും അതിനെ സഹജമായി വെറുക്കുകയും ചെയ്യുന്ന ഒരു ഭാവത്തിന്, ഗുണത്തിന് പറയുന്ന പേരാണ് ലജ്ജ എന്ന് പറയുന്നത്. കേൾവി കൊണ്ടോ സംസാരം കൊണ്ടോ കാഴ്ച കൊണ്ടോ ഒക്കെ അശ്ലീലമെന്നും വൃത്തികേടെന്ന് നമ്മൾ വിചാരിക്കുന്നതിനോടൊക്കെ മാനസികമായി തന്നെ അതിനോടൊരു അറപ്പും വെറുപ്പും ഉണ്ടാകുന്ന അവസ്ഥയ്ക്കാണ് ഹയാ എന്ന് പറയുന്നത്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവരെക്കാൾ കൂടുതലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലജ്ജ എന്ന് കേൾക്കുമ്പോൾ അത് പെണ്ണുങ്ങൾക്ക് പറഞ്ഞത് അല്ലെങ്കിൽ സ്ത്രീ സഹജമായ ഒരു ഗുണം എന്നൊന്നും വിചാരിച്ചു കളയരുത്. ഓക്കെ, ആയിഷ ബീവി ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ആയിഷ ബീവി പറയാണ്, ഞാനിരിക്കുക എന്റെ വീട്ടിൽ റസൂലും ഞാനും കൂടി ഇരിക്കുകയാണ്. അപ്പോ കാണാൻ വേണ്ടി അനുവാദം വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു, തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമർ ഖത്താബ് വന്ന് അനുവാദം ചോദിച്ചു. റസൂൽ അനുവാദം കൊടുത്തു. ഉമറും റസൂലും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചിരുന്നു, തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഉസ്മാൻ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദം ചോദിച്ചപ്പോൾ അനുവാദം കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് നേരെ അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് മാറിക്കിടന്ന തുണിയൊക്കെ നേരെ എടുത്തിട്ട് ഇരുന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അകത്തേക്ക് വിളിക്കുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും പുറത്തുകയും ചെയ്തു. ഇതൊക്കെ ആര് കാണുന്നുണ്ട്? ആയിഷ ബീവി കാണുന്നുണ്ട്. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, പിന്നെ ഉസ്മാന് വേണ്ടി തയ്യാറെടുത്തതുപോലെ അങ്ങ് അബൂബക്കറിനും ഉമറിനും വേണ്ടി തയ്യാറെടുത്ത് കണ്ടില്ലല്ലോ. അപ്പോ റസൂലിന്റെ മറുപടി, ഉസ്മാൻ ലജ്ജയുള്ള ആളാണ്. കിടന്ന കിടപ്പിൽ ഞാൻ അനുവാദം കൊടുത്താൽ അദ്ദേഹം കടന്നു വരാൻ ലജ്ജിക്കും. വന്ന ആവശ്യം ഞാൻ നിറവേറ്റി കൊടുക്കാതെ അദ്ദേഹം മടങ്ങിപ്പോകും. ആയിഷ, മലക്കുകൾക്ക് ലജ്ജയുള്ള ഒരാളോട് എനിക്കും ലജ്ജ വേണ്ടേ എന്നാണ്. മലക്കുകളടക്കം സഹജമായി സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. മറ്റൊന്ന് കാണാം, അർഹമു ബി ഉമ്മത്തി അബൂബക്കർ. എന്റെ ഉമ്മത്തിൽ ഏറ്റവും ദയാലുവായ കരുണാമയനായ വ്യക്തി അബൂബക്കറാണ്. വഅശദ്ദുഹു ഫി അംരില്ലാഹി ഉമർ. ദീനിന്റെ നിയമങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കർക്കശക്കാരൻ ഉമറാണ്. വഅസ്ദഖുഹും ഹയാഅൻ ഉസ്മാൻ. അവരിൽ ഏറ്റവും സത്യസന്ധനും അല്ലെങ്കിൽ ലജ്ജാലു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലയിരുത്തിയ കാണാം.
ഇവരെ കുറിച്ച് മാത്രമൊന്നുമല്ല, ഓരോ സഹാബികളെ കുറിച്ചും അവരുടെ പോസിറ്റീവായ ഗുണങ്ങൾ അദ്ദേഹം നിരീക്ഷിച്ച് കണ്ടെത്തുകയും അത് പരസ്യമായി പറയുകയും ചെയ്യുന്ന ഒരു സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന് അദ്ദേഹത്തിന്റെ വലിയൊരു ഗുണമാണ് ഖുർആനുമായുള്ള ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധം. ഖുർആൻ പാരായണം ദീർഘമായി അതിൽ മുഴുകുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയ വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പൊതുവെ കാണുക, കൂടുതലായി കാണുക ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ഉസ്മാനെയാണ് എല്ലാവരുടെ ഉള്ളിലും ഒരു ചിത്രം പതിഞ്ഞു കിടക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു റിവായത്തിൽ കാണാം, ഒറ്റ രാത്രി രണ്ട് റക്അത്ത് കൊണ്ട് ഒരു രാത്രി മുഴുവൻ ഖുർആൻ പാരായണം ചെയ്ത് അദ്ദേഹം നിസ്കരിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു റക്അത്തിൽ തന്നെ ദീർഘമായി പാരായണം ചെയ്തിരുന്ന വ്യക്തിയാണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ വലിയ ആനന്ദം കണ്ടെത്തിയിരുന്ന, അത് പതിവാക്കിയിരുന്ന, ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ച് ചിലപ്പോൾ 3 ദിവസം കൂടുമ്പോഴൊക്കെ ഖുർആൻ ഖത്തം പൂർത്തിയാക്കിയിരുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ ഏറ്റവും പിടിച്ചുലച്ച ഒരായത്തുണ്ടായിരുന്നു. അത് അദ്ദേഹം ഇടയ്ക്കിടെ ഉരുവിടുമായിരുന്നു എന്നാണ്. അത് സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്താണ്. വദ്രിബ് ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദ്റുഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറ. ദുനിയവി ജീവിതത്തിന്റെ നശ്വരതയെ കുറിച്ചും ഒക്കെ പറയുന്ന ഒരു ആയത്താണ്. അദ്ദേഹം അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഏറ്റവും പിടിച്ചുലച്ച ആയത്ത്. നമുക്ക് കൊല്ലപ്പെടുന്ന സമയത്തും അദ്ദേഹം ഖുർആൻ പാരായണത്തിലായിരിക്കെ ആണല്ലോ കൊല്ലപ്പെടുന്നത്. അപ്പൊ ഖുർആനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധമാണ് കാണുന്നത്. ഖുർആൻ മാറോട് ചേർത്ത് പിടിച്ചാണ് കലാപകാരികൾ വട്ടം നിന്ന് വെട്ടുമ്പോഴും അദ്ദേഹം ഓതിക്കൊണ്ടിരിക്കുന്ന മുസ്ഹഫിൽ ബ്ലഡ് വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് അദ്ദേഹം. അങ്ങനെയാണ് ഷഹീദായി പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഖുർആനുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. പരലോക ചിന്ത. അപ്പം മുസ്ലിങ്ങളോടുള്ള എല്ലാ പ്രസംഗങ്ങളിലും നസീഹത്തിലും ഒക്കെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഊന്നിയിരുന്നത് പരലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന വിഷയത്തിലായിരുന്നു. പരലോകവുമായി ബന്ധപ്പെട്ട് ധാരാളം സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഖബറിനരികിൽ പോയിരുന്ന് പൊട്ടിക്കരഞ്ഞ് കരയുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഖബർ ശിക്ഷയെക്കുറിച്ചും ഖബറിനെ കുറിച്ച് കേട്ടാലും ഖബർ ശിക്ഷയെക്കുറിച്ച് എപ്പോൾ കേട്ടാലും കരഞ്ഞു പോകുന്ന വ്യക്തിയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഈമാൻ അത്രയും ബലമുള്ള ഒന്നായിരുന്നു, ഉഖറവി ചിന്തയാൽ എന്നുള്ളതാണ്. ഇനി ജിഹാദ്. അദ്ദേഹം വലിയൊരു യുദ്ധവീരനോ ഒന്നും ആയിരുന്നില്ല നമുക്കറിയാം. ബദറിൽ അദ്ദേഹം റുഖയ്യയുടെ ശുശ്രൂഷ കാരണം പങ്കെടുക്കാൻ പറ്റിയില്ല. ഉഹദിൽ ഖുതില മുഹമ്മദ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത കേട്ട ശത്രുക്കൾ പ്രചരിപ്പിച്ചപ്പോൾ ഒരു വാർ ടാക്ടിക്കാണ്, യുദ്ധതന്ത്രമാണ്. ധാരാളം മുസ്ലിങ്ങൾ ആ വാർത്തയുടെ ഷോക്കിൽ പരിഭ്രാന്തരായി യുദ്ധക്കളം വിട്ട് ഓടിപ്പോയി. അവരിൽ ഒരാളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പിൽക്കാലത്ത് അദ്ദേഹത്തെ പലരും ആക്ഷേപിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ, ഭീരുവാണെന്നൊക്കെ പറഞ്ഞു. ഭീരുത്വം കൊണ്ടല്ല, ആ വാർത്ത താങ്ങാനാവാതെ എന്ത് ചെയ്യണമെന്നറിയാതെ സംഭ്രമിച്ചു പോയത്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയ ആളാണ്. പക്ഷേ അത് രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൂറത്ത് ആല ഇമ്രാനിലെ 155-ാമത്തെ ആയത്തിൽ ഈ വിഷയം എടുത്തു പറയുകയും അന്ന് ശൈത്താനാണ് അവരെ പിന്തിരിപ്പിച്ചത്, അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് ആയത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉഹദ് യുദ്ധത്തിൽ അത് പെട്ടെന്ന് ഏത് ധീരനും ഒരു ഘട്ടത്തിൽ ചഞ്ചലചിത്തനായി പോവുകയും പരിഭ്രമിച്ചു പോവുകയും രംഗം വിട്ടു പോവുകയൊക്കെ ചെയ്തേക്കാം. അതിന്റെ പേരിൽ നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രസ്ഥാന പ്രവർത്തനങ്ങളിലും എല്ലാവരും ഒരേപോലെ ധീരരായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ധീരത ഒരു നല്ല ഗുണം തന്നെയാണ്. പക്ഷെ അതും ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഭീരുത്വം കൂടിയവരും കുറഞ്ഞവരൊക്കെ ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലോ അല്ലെങ്കിൽ ഒരാള് പൊതുവെ ഒരു പിന്നെ എന്താ പറയാ ധീരത കുറഞ്ഞ ഒരു വ്യക്തിയാണെന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ അദ്ദേഹത്തെ വില കുറച്ച് കാണുകയോ ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് ചിലപ്പോൾ അതല്ലാത്ത മറ്റൊരു ഗുണം ഉണ്ടാവാം. അങ്ങനെയുള്ളവരുണ്ട്. സഹാബിമാരിൽ വ്യത്യസ്ത ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. ചിലരിൽ ചില ഗുണങ്ങൾ ഏറിയിരുന്നിരുന്നു. ആ മേഖലയിൽ അവർ ഇസ്ലാമിന് വേണ്ടി വലിയ ത്യാഗങ്ങൾ സമർപ്പിച്ചവരാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ സമ്പത്തിനോളം വേറെ ആരുടെ സമ്പത്താണ് പ്രയോജനപ്പെട്ടിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓരോ ഘട്ടത്തിലും. അതാണ്, സമ്പത്ത് കൊണ്ട് ജിഹാദ് ചെയ്ത വ്യക്തിയാണ്. എന്നാൽ അതിനുശേഷം പിന്നെ നടന്ന ഖൈബർ, മക്കം ഫത്ഹ്, ത്വായിഫ്, ഹവാസിൻ, ഹുനൈൻ, തബൂക്ക് യുദ്ധങ്ങളിലെല്ലാം ധീരമായി ഹുനൈൻ യുദ്ധത്തിലും ഇതേപോലെ പിന്തിരിഞ്ഞോടുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ സമയത്ത് ഉറച്ചു നിന്ന് പോരാടിയ വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ അന്നത്തെ പകരം അത് പിന്നെ വീട്ടിയിട്ടുണ്ട്. ഇനി ഇസ്ലാമിലെ ആദ്യത്തെ അംബാസഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന വ്യക്തിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്താ സംഭവം? ഹുദൈബിയ സന്ധി നമുക്കറിയാം. ഹിജ്റ 6-ാം വർഷം റസൂൽ കണ്ട സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ മക്കയിലേക്ക് ഉംറ നിർവഹിക്കാൻ പോകുന്നു. ഖുറൈശികൾ തടയുന്നു. വൻ പ്രശ്നമായി, ചർച്ചയായി അല്ലെ? ഈ സമയത്ത് ഖുറൈശികളുമായി സംസാരിക്കാൻ വേണ്ടി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ താങ്കളൊന്ന് പോയി ഖുറൈശി നേതാക്കളുമായി സംസാരിക്കൂ നമ്മുടെ ഉംറയുടെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ എന്നെ അവർ അംഗീകരിക്കില്ല റസൂലെ എന്ന് അബൂബക്കർ പറയുന്നുണ്ട്.
അപ്പൊ ഉമറിനോട് പറയും റസൂലിന്റെ അടുത്ത്. ഉമർ പറയും, എന്നെ അവർ കിട്ടിയാൽ ചിലപ്പം കാച്ചിക്കളയും, കാരണം ബദറീത്തിലൊക്കെ എല്ലാവരെയും കൊന്നുകളയാനാണല്ലോ ഉമർ ഖത്താബ് പറഞ്ഞു. അപ്പൊ അവർക്ക് അതുകൊണ്ട് താങ്കൾ പിന്നെ ഖുറൈശികളുമായി ഒരു ചർച്ച ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പറ്റിയ വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആരാണെന്ന് റസൂൽ ചോദിക്കും, പറയുന്നത് ഉസ്മാനാണ് അതിന് പറ്റിയ വ്യക്തി. ശരിയാണ്, റസൂലിനും അത് അംഗീകരിക്കും, അത് ശരിയായി തോന്നി എന്ന് പറഞ്ഞാൽ അത്രയും ഇസ്ലാം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖുറൈശികളും തമ്മിൽ അത്രയും വലിയ ശത്രുത നടന്നുകൊണ്ടിരിക്കുമ്പോഴും സംസാരിക്കാൻ പറ്റിയ വ്യക്തി, ശത്രുക്കൾക്കിടയിൽ പോലും ജനപ്രിയനായ വ്യക്തി, ജനസ്വീകാര്യതയുള്ള വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നാണ്. അത് അവർക്ക് അത് ഫലിക്കുകയും ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരോട് വർഷങ്ങൾക്ക് ശേഷമാണ് പോകുന്നത് തന്റെ നാട്ടിലേക്ക്, അല്ലെ? ഖുറൈശി നേതാക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ യഥോചിതം സ്വീകരിക്കുകയും അദ്ദേഹം വെച്ച ഡിമാൻഡുകളൊക്കെ സഹിഷ്ണുതയോടെ കേൾക്കുകയും അംഗീകരിച്ചില്ലെങ്കിലും, ഉസ്മാൻ താങ്കൾ വർഷങ്ങൾക്ക് ശേഷമാണല്ലോ, അത് ഞങ്ങളുടെ അതിഥിയായി താമസിച്ചു എന്ന് വരെ ശത്രുക്കൾ അദ്ദേഹത്തെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിഥിയായി താമസിച്ച് വൈകിപ്പോയി. ഉസ്മാൻ റളിയല്ലാഹു എത്തേണ്ട സമയത്തും ആയിട്ട് എത്താത്തത് കണ്ടപ്പോൾ ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്ത പരന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വൃക്ഷച്ചുവട്ടിൽ റസൂലും സംഘവും ഒത്തുകൂടുകയും ഉസ്മാന്റെ രക്തത്തിന് പകരം മരണം വരെ ഞങ്ങൾ പോരാടുന്നുള്ള ഉഗ്രപ്രതിജ്ഞ എടുക്കുകയും ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ ആ സംഭവം അറിയപ്പെടുകയൊക്കെ ചെയ്തത്. ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത മുഴുവൻ സഹാബികൾക്കും അവരുടെ കാര്യത്തിൽ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ആയത്തിറങ്ങിയല്ലോ. അപ്പോ ബൈഅത്തു റിദ്വാൻ സംഭവം ആരുടെ പേരിൽ ഉണ്ടായതാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിലും അദ്ദേഹത്തിന് വേണ്ടിയും ഉണ്ടായതാണ്. പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നു, പിന്നീട് ഹുദൈബിയ സന്ധി നടന്നു. അപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ ജനപ്രിയതയും ജനസ്വീകാര്യതയുമാണ് കാണുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല ശത്രുക്കൾക്കിടയിലും സ്വീകാര്യനായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് അവസാനത്തിലേക്ക് പോവാം. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു മിനിസ്റ്റർ പദവിയിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നത്. ഒരു സെക്രട്ടറി സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ നേരത്ത് പിൻഗാമിയായി ഉമർ ഖത്താബിനെ നിശ്ചയിക്കുമ്പോൾ ആ കാര്യം ജനങ്ങളെ അനൗൺസ് ചെയ്ത് അറിയിക്കാൻ വേണ്ടി എഴുതാൻ പറയുന്നത് ഉസ്മാനോടാണ്. ഉസ്മാൻ എഴുതി, ഉസ്മാനാണ് ജനങ്ങൾക്ക് മുമ്പിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പിൻഗാമിയായി ഉമറിനെ നിശ്ചയിച്ചിരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്ത ആരെയാണ്? ഉസ്മാനെയാണ്. അവിടെ ഉസ്മാൻ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാണ്. അദ്ദേഹം ഒരു കാര്യം എഴുന്നേറ്റ് എന്ന് നാളെ KC ആണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ BD ആണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ പാകത്തിന് ഉള്ള ഒരു വ്യക്തിത്വമായിരുന്നു ആര്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചത്. ഇനി ഉമർ ഖത്താബിന്റെ കാലത്തോ? ഉമർ ഖത്താബിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ വലങ്കയും പ്രധാന ഉപദേഷ്ടാവും ഒരു കാര്യവും ഉസ്മാനുമായി കൂടിയാലോചിക്കാതെ ഉമർ ഖത്താബ് തീരുമാനിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ വളരെ നിർണായകമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് നമുക്കറിയാം ഉമർ ഖത്താബ് 6 അംഗ സമിതി നിശ്ചയിച്ചു. ആ 6 അംഗ സമിതിയിൽ അവസാനം കാൻഡിഡേറ്റ് ആയിട്ട് വന്നത് ആരൊക്കെയാണ്? അലിയും ഉസ്മാനുമാണ്. അവിടെ ഒരു അതായത് 6 അംഗ സമിതിയെ തെരഞ്ഞെടുത്തു. അവരിൽ 4 അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സ്വയം പിൻവലിഞ്ഞു, അല്ലെ? അദ്ദേഹം ചീഫ് ഇലക്ഷൻ കമ്മീഷനായി അവരുടെയൊക്കെ അനുവാദത്തോടെ രംഗത്ത് വന്നു. ആരൊക്കെ സ്വയം പിൻവലിയാൻ ആഗ്രഹിക്കുന്നു ചോദിച്ചപ്പോൾ അവിടുന്ന് സുബൈറും ത്വൽഹയും സ്വയം പിൻവലിയുകയും നോമിനേഷൻ അലിയുടെയും ഉസ്മാന്റെയും പേരിലേക്ക് വെക്കുകയും ചെയ്തു. 2 പേര് ബാക്കിയായപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും പിൻവലിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 2 പേരും മൗനം പാലിച്ചു എന്നാണ്. ആര്? ഉസ്മാനും അലിയും. അത് അധികാരമോഹം അല്ലട്ടോ, നമ്മൾ അങ്ങനെ വിചാരിക്കരുത്. അല്ല, തങ്ങൾ യോഗ്യനാണ് എന്നവർക്ക് തോന്നി. അതൊരു കിബറോ അല്ലെങ്കിൽ അതൊരു അധികാരമോഹമോ അല്ല. 2 പേർ ബാക്കി. അപ്പൊ അവരുടെ കാര്യത്തിൽ ജനങ്ങൾക്കിടയിൽ ഇടന്ന് ഹൈക്കമാൻഡിലും ലോ കമാൻഡിലും ഒക്കെ മുഴുവൻ വീടുകളിലും കയറി ഇറങ്ങി ഓരോ സഹാബികളോടും ഗോത്രം തിരിച്ചുവൊക്കെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു 3 രാവും പകലും കൊണ്ട് എന്ത് ചെയ്തു? നിസ്കാരത്തിനും ഭക്ഷണത്തിനും ഒഴികെയുള്ള ബാക്കി മുഴുവൻ സമയവും അതിനുവേണ്ടി ചെലവഴിച്ച് ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ് 50-50 ആണെന്ന് മനസ്സിലായി. 2 പേരെയും പേഴ്സണലായി വിളിച്ചു. KCനെയും VD സൈസിനെയൊക്കെ വിളിച്ചു. അങ്ങനെ ചർച്ചക്കൊടുവിൽ നമുക്കറിയാം, ആ സംഭാഷണമൊക്കെ അറിയാം. റസൂലിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും സുന്നത്തനുസരിച്ച്, നടപടി രീതികൾ അനുസരിച്ച് ഭരിക്കാൻ താങ്കൾ തയ്യാറാണോ എന്നാണ് അലി റളിയല്ലാഹു ചോദിച്ചപ്പോൾ അള്ളാഹുവും റസൂലും കഴിഞ്ഞാൽ എന്റെ മൻഹജ് അനുസരിച്ച് എന്നാണ് അലി റളിയല്ലാഹു ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടെ പറഞ്ഞത്. അലി റളിയല്ലാഹു അങ്ങനെ പറയാൻ എടുക്കണമായിരുന്നു. അദ്ദേഹത്തിന്റെ ജ്ഞാനം അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉസ്മാൻ റളിയല്ലാഹുവിനോടും അതേ ചോദ്യം ആവർത്തിച്ചു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. റസൂലിന്റെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും മൻഹജ് അനുസരിച്ച്, അവരുടെയൊക്കെ സുന്നത്തുകളും നടപടിക്രമം അനുസരിച്ച് ഈ ജനത്തെ നയിക്കാൻ താങ്കൾ തയ്യാറാച്ചപ്പോൾ നഅം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഉസ്മാൻ റളിയല്ലാഹു കൈ കൊടുക്കുകയും ബൈഅത്ത് ചെയ്യുകയുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. അത് അവിടെ അലി റളിയല്ലാഹു അൻഹു കുറെ അതൃപ്തി ഉണ്ടായി എന്ന് പറയുന്നതൊക്കെ ഷീഈ റിപ്പോർട്ടുകളും. ഇനി ആ ഷീഈ റിപ്പോർട്ടുകൾ നമ്മുടെ മുസ്ലിം പ്രാമാണിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ
നെല്ലും പതിരും വേർതിരിക്കാതെ കടന്നു വരികയും അങ്ങനെ തന്നെ റെക്കോർഡായി കിടക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് സംഭവിച്ചത്. ആദ്യകാല ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിനെ ചൊല്ലിയും അലി റളിയുടെ ഖിലാഫത്ത് കാലവും മുആവിയ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലവും ഒക്കെ ബന്ധപ്പെട്ട ധാരാളം സംഭവങ്ങൾ കാണാം. ഇതൊക്കെ നമ്മൾ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രാമാണിക ചരിത്ര ഗ്രന്ഥങ്ങളാണ്. അപ്പൊ അതിൽ പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് അത് ശരിയായ റിപ്പോർട്ടാണെന്ന് വിലയിരുത്തരുത്. മുഹമ്മദ് അലി സല്ലാബി, ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു പ്രമുഖ പണ്ഡിതനും ചരിത്രകാരനും ഒക്കെയാണ്, സിറിയൻ പണ്ഡിതൻ. അദ്ദേഹം പറയുന്നുണ്ട്, ആ പ്രാമാണിക ചരിത്ര ഗ്രന്ഥങ്ങളിലെ സംഭവങ്ങളെ നെല്ലും പതിരും വേർതിരിക്കും തഹ്രീജ് ചെയ്യാതെ, സംശോധന നടത്താതെ സ്വീകരിച്ചതാണ് നമ്മളിൽ പിൽക്കാലത്ത് പല ആളുകൾക്കും സംഭവിച്ചത്. അപ്പോ അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു വെച്ചു എന്ന് മാത്രം. ഒരുപാട് സംഭവങ്ങൾ കേൾക്കുമ്പോൾ ഇതെന്താണ്, ഇവരൊക്കെ സഹാബികളല്ലേ, ഇവരുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന്. ഒന്നുകിൽ ആ സംഭവത്തിന്റെ പൂർണ്ണ ചിത്രം നമുക്ക് ലഭിക്കാത്തതിനാൽ സംഭവിക്കുന്ന തെറ്റിദ്ധാരണകളാണ്, അല്ലെങ്കിൽ അത് സംബന്ധമായി വന്ന റിപ്പോർട്ടുകൾ ശരിയല്ല. അത് ചില അടിസ്ഥാന ഹദീസിന്റെ സഹീഹും ദഈഫും ഒക്കെ ദൗർബല്യവും പ്രാമാണികതയൊക്കെ തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങൾ ഉള്ളതുപോലെ തന്നെ ചരിത്ര സംഭവങ്ങളെ സ്വീകരിക്കുന്നതിലും തള്ളുന്നതിലും അത്തരം മാനദണ്ഡങ്ങൾ വേണം എന്നൊക്കെയാണ് അലി സല്ലാബിയെ പോലുള്ള ഈ ആധുനിക ചരിത്ര നിരീക്ഷകർ പറഞ്ഞു വെക്കുന്നത്. അത് വസ്തുതയുമാണ്. ആ അർത്ഥത്തിൽ സെയ്ദ് മൗദൂദിയുടെ ഇസ്ലാമും ഖിലാഫത്തും രാജവാഴ്ച അടക്കം നമ്മൾ സംശോധന നടത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി പറഞ്ഞു വെക്കുകയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം 12 വർഷം 11 മാസം 15 ദിവസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹിജ്റ 23-ാമത്തെ വർഷം മുഹറം 3-നാണ് അദ്ദേഹം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്ത് ഷഹാദത്ത് സംഭവിച്ചത് ഹിജ്റ 35 ദുൽഹിജ്ജ 18-ാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു. ഇത് ദുൽഖഅദ അല്ലെ, ദുൽഖഅദ 26 ആയിരുന്നു, ദുൽഹിജ്ജയാണ് വരാൻ പോകുന്നത്. ദുൽഹിജ്ജ 18 ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്ത് സംഭവിച്ചത്. ഇനി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങളുണ്ട്. എല്ലാം നമ്മൾ വായിക്കുകയും നെല്ലും പതിരും വേർതിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു എറയാണ് ഇനി അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നത്. നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. എന്നാലും ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ദൗർബല്യം കൊണ്ടാണ് അക്കാലത്തെ മുസ്ലിം ഉമ്മത്തിൽ ഫിത്നകൾ ഉണ്ടായത് എന്ന് ചിലർ ആരോപിക്കുന്നുണ്ട്. അത് ശരിയല്ല. വസ്തുതകളുടെ പകുതി മാത്രം മനസ്സിലാക്കുകയോ ശരിയായ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു അഭിപ്രായ പ്രകടനമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നീണ്ട 12 വർഷം, 12 വർഷം എന്നാണ് സാമാന്യനെ കൂട്ടാറ്. ഇതിലെ ആദ്യത്തെ 6 വർഷം സംഘർഷഭരിതമായിരുന്നില്ല, സമാധാനപൂർണമായിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് കുഴപ്പങ്ങൾ രംഗത്ത് വന്നത്. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു ദുർബലനോ ഭയങ്കര സൗമ്യനോ അതുകൊണ്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നത് ശരിയല്ല. എന്ന് വെച്ചാൽ ഉസ്മാൻ ഖിലാഫത്തുർ റാഷിദയുടെ ഏറ്റവും സുവർണകാലം, ഇസ്ലാമിക സാമ്രാജ്യം, ഇസ്ലാമിക രാഷ്ട്രം, അതിന്റെ രാഷ്ട്രീയ ശക്തി ഏറ്റവും, സൈനിക ശക്തി ഏറ്റവും ഉജ്ജ്വലമായി പ്രകടിപ്പിച്ച കാലമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലം. നമ്മൾ മനസ്സിലാക്കണം. റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പൂർണ്ണമായും തകർന്നെറിഞ്ഞത്, യസ്ദജിർദ് അവസാനമായി കൊല്ലപ്പെട്ടത് ചക്രവർത്തി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ്. ഇനി നോക്കൂ, നാവികപ്പട ഉണ്ടാക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു മടിച്ചു നിർത്ത്, ഉസ്മാനാണ് ധീരമായി ആ അനുവാദം സൈൻ ചെയ്ത് കൊടുക്കുന്നത്, വിജ്ഞാപനം. മുആവിയ റളിയല്ലാഹു അൻഹു വെച്ച ആ പ്രൊജക്ട് അംഗീകരിക്കുകയും അങ്ങനെ ഒരു മുസ്ലിം നാവികപ്പട മെഡിറ്ററേനിയൻ സീയിൽ രൂപം കൊണ്ടതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദീർഘദർശിത്വമാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്താണ് സൈപ്രസ് ഐലൻഡ് മുസ്ലിങ്ങൾ കീഴടക്കുന്നത്. സൈപ്രസ് ഐലൻഡ് ഇപ്പോഴും, സൈപ്രസ് ദ്വീപ് ഇപ്പോഴും വാർത്തയിൽ നിറഞ്ഞല്ലോ. അതായത് ഈ വാറ് നടന്ന സമയത്ത് പലരും ഇസ്രയേലിയരായ പലരും സൈപ്രസ് ഐലൻഡിലേക്ക് കുടിയേറുന്നു. സൈപ്രസിലെ നിവാസികൾ അതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വാർത്തകളിൽ നിറഞ്ഞു വന്നിരുന്നു. സൈപ്രസ് എന്നും ഒരു യുദ്ധതന്ത്ര പ്രധാനമായ സ്ഥലമാണ്. ആ സൈപ്രസ് ഐലൻഡ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങുന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ അറ്റാക്ക് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും സമൃദ്ധമായ, പട്ടിണി ഇല്ലാത്ത, എല്ലാവരും സാമ്പത്തികമായി മുസ്ലിം പൗരന്മാരൊക്കെ, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിലെ മുഴുവൻ പൗരന്മാരും സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത വിധം പര്യാപ്തരും സാമ്പത്തിക നിലവാരമുള്ളവരുമായി തീർന്നതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ്. ഞാൻ കുറെ സ്കിപ്പ് ചെയ്യാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ നൈപുണ്യവും അദ്ദേഹത്തിന്റെ സാമൂഹിക നിരീക്ഷണ വിശകലന ശേഷിയും അദ്ദേഹത്തിന്റെ ദീർഘദൃഷ്ടിയും ഒക്കെ പ്രകടമാവുന്ന ഒരുപാട് ഡയലോഗുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവായിട്ടുണ്ട്.
ഭരണാധികാരി എന്ന നിലയ്ക്ക് അദ്ദേഹം എത്ര ദീർഘദൃഷ്ടിയോടെയാണ് കാര്യങ്ങളെ കണ്ടതെന്നും എവിടെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്നും ഒക്കെ അദ്ദേഹം കൃത്യമായി നിരീക്ഷിക്കുകയും എണ്ണി എണ്ണി അത് പറയുകയും അത് പിൽക്കാലത്ത് സംഭവിക്കുകയും ചെയ്തൊക്കെ കാണാൻ കഴിയും. ഇപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പ്രതിഭയാണ് നമ്മൾ അവിടെ കാണുന്നത്. ഞാൻ ആ ഭാഗം വിടുന്നു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ പ്രധാനപ്പെട്ട 4 ഫിത്നകൾ, അത് പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൊലപാതകത്തിലേക്ക് നയിക്കേണ്ടായി. അത് മാത്രം പറഞ്ഞു പോകാം. ഒന്ന്, സമ്പൽ സമൃദ്ധിയാണ്. ആളുകളുടെ ഇഷ്ടം പോലെ കാശായി. ഒരു വശത്തത് ഗുണമാണെങ്കിൽ ഇപ്പുറത്ത് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ താല്പര്യങ്ങളും പൊങ്ങുകയും. ഫോർ എക്സാമ്പിൾ, അദ്ദേഹം പറഞ്ഞിരുന്നു, ഈ അടിമ സ്ത്രീകളുടെ മക്കൾ യുവാക്കളായാൽ സമൂഹത്തിൽ ഫിത്ന ഉണ്ടാകുമെന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവര് വേണ്ടത്ര തർബിയത്ത് കിട്ടാതെ വളർന്നവരാണ്. അങ്ങനെ ആ യുദ്ധത്തടവുകാരികളുടെ മക്കൾ വളർന്നു വന്നപ്പോൾ, അടിമ സ്ത്രീകളുടെ മക്കൾ വളർന്നു, സബായകളുടെ ഔലാദു സബായ വളർന്നു വന്നപ്പോൾ ഇവര് മദീനയിൽ പ്രാവ് മത്സരമൊക്കെ നടത്താൻ തുടങ്ങി. പ്രാവ് പറത്തൽ മത്സരം, അങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ രൂപം കൊണ്ടു. ഉസ്മാൻ റളിയല്ലാഹു ശക്തമായി വിലക്കി. കൊച്ചിയിൽ ഇപ്പോഴും പ്രാവ് പറത്തൽ മത്സരമൊക്കെ ഉണ്ടല്ലേ? അത് ഇത്ര തെറ്റാണോ? അപ്പൊ അത്ര എന്റർടൈൻമെന്റുകളൊന്നും പാടില്ല. അതായത് മുസ്ലിം യൂത്ത് ജിഹാദി സ്പിരിറ്റ് നശിക്കുകയും ഇത്തരം വിനോദങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നതിനെ ദീർഘദൃഷ്ടിയോടെ കാണുകയും അതിനെ തടയിടുകയുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ എന്ത് ചെയ്തു? അത് അങ്ങനെയുള്ള വിനോദങ്ങളിൽ ഭയങ്കരമായി ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് മുസ്ലിം യുവാക്കൾ. മറ്റൊരു പ്രശ്നം, മദ്യപാനവും ഭയങ്കരമായി വർദ്ധിച്ചു. അപ്പോ ശരീഅത്ത് വെച്ച നിയമങ്ങൾ, അടി കിട്ടിയിട്ടും മദ്യപിക്കുന്നവരുണ്ടായി വന്നു. അപ്പൊ അവരിൽ കുറെ പേരെ നാട് കടത്തേണ്ടി വന്നു. ഈ നാട് കടത്തിയത് മദീനയിലൊക്കെയുള്ള സമ്പന്നരായ ആളുകളുടെ മക്കളായിരുന്നു. അപ്പൊ ആ വാപ്പമാരൊക്കെ ഉസ്മാനെതിരെ ശബ്ദമുയർത്തി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ നയങ്ങളോട് അതൃപ്തി കാണിക്കാൻ തുടങ്ങി. പതിയെ പതിയെ പ്രശ്നങ്ങൾ വരുന്നത് കണ്ടോ എവിടെ നിന്നാണ്? അതായത് അബൂബക്കർ സിദ്ദീഖിനും ഉമർ ഖത്താബിനും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഗുണം, ആനുകൂല്യം, നല്ല ഈമാനും ധാർമ്മിക ബോധവുമുള്ള ജിഹാദി സ്പിരിറ്റുമുള്ള, പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു ഓഡിയൻസിനെയാണ്, അല്ലെങ്കിൽ പ്രജകളെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമൊക്കെ ആയപ്പോഴേക്കും പലതരം താല്പര്യങ്ങളുള്ള, പറഞ്ഞാൽ അങ്ങനെയൊന്നും അനുസരിക്കാത്ത, ഉള്ളിൽ മുറുമുറുക്കുന്ന, വെറും പേടിച്ചിട്ട് അനുസരിക്കുന്ന ഒരു കാറ്റഗറി ജനങ്ങളെയാണ് ഉണ്ടായിരുന്നത്. അലി റളിയല്ലാഹുവിന്റെ കാലത്ത് പിന്നെ രൂക്ഷമായി. നമ്മളത് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് നമുക്ക് പറയാം. സമ്പൽ സമൃദ്ധി. മറ്റൊന്ന്, സാമൂഹിക ഘടനയിൽ ഉണ്ടായ മാറ്റങ്ങൾ. സങ്കര സമൂഹം വളർന്നു വന്നു. സാമ്രാജ്യം വികസിച്ചപ്പോൾ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, മജൂസികൾ, പല മതത്തിലുള്ള ആളുകൾ, ഇവരെല്ലാമായി കൂടിക്കലർന്ന് ജീവിക്കുന്ന ഒരു രീതിയിലേക്ക് എത്തി മുസ്ലിം കമ്മ്യൂണിറ്റി. സ്വാഭാവികമായി എന്ത് സംഭവിക്കും? സാംസ്കാരിക സങ്കലനം സംഭവിക്കുമ്പോൾ ഈമാനിലും മറ്റിലൊക്കെ കുറവുകൾ വരും. അതുപോലെ പേർഷ്യക്കാര്, റോമക്കാര്, തുർക്കികള്, തിബിത്തികള്, കുർദുകള്, ക്രിസ്ത്യൻ അറബികള്, ജൂതന്മാർ, ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ. മറ്റൊന്ന്, അറാബികൾ, അതായത് സിവിലൈസ്ഡ് അല്ലാത്ത നാടോടി ഗോത്രക്കാരായ അറാബികൾ. ഇവര് കഠിന ഹൃദയരാണ്, പരുഷ പ്രകൃതരാണ്, പെട്ടെന്ന് പ്രകോപിതരാകുന്നവരാണ്, ദീനീ കാര്യങ്ങളിൽ കടുംപിടുത്തം, ഷിദ്ദത്ത്, തീവ്രതയുള്ളവരാണ്, സ്വന്തം താല്പര്യത്തിനും ഭാവനയ്ക്കും അനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്, അറാബികൾക്ക്. ഈ അറാബികളിൽ നിന്നാണ് അലി റളിയല്ലാഹുവിന്റെ കാലത്ത് ഖവാരിജുകൾ രൂപം കൊണ്ടത്. ഖവാരിജുകൾ തീവ്ര ഗ്രൂപ്പ്. ഹലക്കൽ മുത്തനത്തിഊൻ, തീവ്രത വെച്ചു പുലർത്തുന്നവർ നശിക്കും, അവര് പിളരും, അവര് നശിക്കും. ഏത് വിഷയത്തിലും, അത് രാഷ്ട്രീയ വിഷയത്തിലായാലും ആരാധനാ കാര്യങ്ങളിലായാലും നിലപാടുകളുടെയും നയങ്ങളുടെയും കാര്യത്തിലായാലും തീവ്രത കൈക്കൊള്ളുന്നവർ നശിക്കും. ഒന്നുകിൽ അവർക്ക് ആ പണി നിർത്തി പോകേണ്ടി വരും, ഇല്ലെങ്കിൽ അത് നാശത്തിലേക്ക് എത്തും. ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം ആവർത്തിച്ച് പറഞ്ഞാണ്. ഖവാരിജിന്റെ കാര്യത്തിൽ ഇത് പുലർന്നു. നമ്മൾ അലി റളിയല്ലാഹുവിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഖവാരിജികൾ ഉണ്ടാക്കിയ ഫിത്നയെ കുറിച്ച് കൂടുതലായി പറയും. അപ്പൊ ഇങ്ങനെ ഒരു കാറ്റഗറി വളർന്നു വരും എന്ന് ദീർഘദൃഷ്ടിയോടെ ഉസ്മാൻ റളിയല്ലാഹു കണ്ടിരുന്നു എന്നാണ്. മറ്റൊന്ന്, അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ഒരു ജൂതൻ, യമനിലെ സനാ എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് വന്ന അബ്ദുല്ലാഹിബ്നു സബ എന്ത് ചെയ്തു? ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് കുത്തിത്തിരിപ്പുകൾ നടത്താൻ തുടങ്ങി. അദ്ദേഹം അനറബി വികാരം ഉണർത്തിവിട്ടു. അതുപോലെ നോർത്ത് അറേബ്യൻ പ്രദേശവും സൗത്ത് അറേബ്യൻ പ്രദേശവും തമ്മിലുള്ള പ്രാദേശിക വികാരം ഇളക്കിവിടാൻ ശ്രമിച്ചു. ഖുറൈശി, നോൺ ഖുറൈശി വികാരം ഇളക്കിവിടാൻ ശ്രമിച്ചു. ഖുറൈശികൾക്കാണ് എല്ലാം, നമ്മൾ നോൺ ഖുറൈശികളൊക്കെ താഴെക്കിടയിലാണ്, 2ാം കിട പോരും. ഇങ്ങനെയുള്ള വർത്തമാനങ്ങളും സംഗതികളൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതുപോലെ പഴയ ഹാഷിം ബനു ഉമയ്യ കിടമത്സരം ഈ ചങ്ങാതി കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെയുള്ള നുണപ്രചരണങ്ങൾ ധാരാളമായി നടത്തി. ആയിഷയും അലിയും ഒക്കെ ഉസ്മാനെ പേടിച്ചു കഴിയുകയാണ്. ബനു ഉമയ്യക്കാരും ഉസ്മാനുമാണ് മദീനയെ നിയന്ത്രിക്കുന്നത്,
ബാക്കി പല സീനിയർ സഹാബികളെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തഴഞ്ഞിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ അങ്ങ് ദൂരെയുള്ള ഇറാഖിലും ഈജിപ്തിലും സിറിയയിലും ഒക്കെ ജനങ്ങൾക്കിടയിൽ ഇവർ കത്തുമിലൂടെയൊക്കെ പ്രചരിപ്പിക്കും. ആയിഷബിയുടെ പേരിൽ കള്ളക്കത്തുണ്ടാക്കി, അലി റളിയല്ലാഹുവിന്റെ പേരിൽ കള്ളക്കത്തുണ്ടാക്കി, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ തടവും, ഞങ്ങളിവിടെ വീട്ടു തടങ്കലിലാണ് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അന്നൊക്കെ മാസങ്ങൾ കൊണ്ട് അത് കത്തുകൾ വ്യാജ പ്രചരണങ്ങളെ തിരുത്താൻ പറ്റുന്ന എപ്പോഴാ? മാസങ്ങൾക്ക് ശേഷമേ തിരുത്താൻ പറ്റുള്ളൂ. ഇന്ന് തന്നെ നമുക്കറിയാം എത്ര കാഫിർ സ്ക്രീൻഷോട്ടും കൗമിലെ കുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ എത്രയാന്നുള്ളത്. വേഗം ഇനിയിപ്പോ അത് വേഗം വേഗം പിടിക്കപ്പെടുന്നുണ്ടെങ്കിലും അതിനുള്ളിൽ തന്നെ ഉണ്ടാകുന്ന ഫിത്നകൾ ചെറുതല്ലല്ലോ. ഇങ്ങനെയൊക്കെ ധാരാളം പ്രചരിച്ചിരുന്നു. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ മുസ്ലിം കലാപകാരികൾ, ഈജിപ്ത്, ഇറാഖ്, സിറിയയിൽ നിന്നുള്ള മുസ്ലിം ഗ്രൂപ്പുകൾ, കലാപകാരികളാണല്ലോ ഉസ്മാൻ റളിയല്ലാഹുവിനെതിരെ രംഗത്ത് വന്നതും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ് നബി ബക്കർ അടക്കം തിരിയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായതും, ഇവരെ കൊല്ലാൻ വേണ്ടി ഉസ്മാന്റെ പേരിൽ സീലെടുത്ത് കള്ളക്കത്തുണ്ടാക്കി വിട്ടതും ഒക്കെ അറിയാലോ. അപ്പോ ഇതൊക്കെ ഇങ്ങനെ പല നിലയ്ക്കും ഇദ്ദേഹത്തിന്. അപ്പോ ഈ ഹജ്ജിന്റെ സീസണിൽ എന്ത് ചെയ്തു? ഇവരെല്ലാം വിളിച്ചു കൂട്ടുപോയി. എല്ലാ ഖലീഫമാരുടെയും സമ്പ്രദായം അനുസരിച്ച് ഹജ്ജ് സീസണിൽ മുഴുവൻ പബ്ലിക്കിനെ കേൾക്കും. ഖലീഫമാർ ഗവർണർമാരെ മാറ്റി നിർത്തി പബ്ലിക്കിനെ കേൾക്കും. ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഏറ്റവും കൂടുതൽ ഒപ്പീനിയൻ സീക്കിംഗ് അഭിപ്രായം എടുത്തിരുന്നത് ഹജ്ജ് സീസണിലാണ്. അപ്പൊ ഈ ഹജ്ജ് സീസണിൽ വരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീർഘമായ പ്രഭാഷണം നടത്തുകയും തനിക്കെതിരെ ഉണ്ടായ കള്ളപ്രചരണങ്ങൾക്ക് അദ്ദേഹം മുനയൊടിച്ച രൂപത്തിൽ പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ പലപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു സബൂനും ടീമിനും വിജയിക്കാൻ കഴിയാതെ പോയി ആദ്യഘട്ടങ്ങളിലൊക്കെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു പ്രസിദ്ധമായ സംഭാവനയാണ് മുസ്ഹഫ് ഉസ്മാൻ. ഇന്ന് നമ്മുടെ ഇരിക്കുന്ന വിവിധ ഭാഷാ ശൈലികൾ. കേരളക്കാർക്ക് തന്നെ ഓരോ ജില്ലയിലും ഓരോ ശൈലിയാണല്ലോ. എറണാകുളം ജില്ലയിൽ തന്നെ വ്യത്യസ്ത ശൈലിയാണോ? കോതമംഗലത്ത് സംസാരിക്കുന്ന പോലെയല്ലല്ലോ കൊച്ചിക്കാരെ സംസാരിക്കുന്നത്. അപ്പോൾ ഖുർആനിലും ഇങ്ങനെ സംഭവിച്ചു. വിവിധ ഭാഷാ ശൈലികളിലും ലഹജയിലും ഓതാൻ തുടങ്ങി. അത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് മനസ്സിലായി. ആ ഫിത്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ, അദ്ദേഹം ഓൾറെഡി എല്ലായിടത്തും കറങ്ങിയ ആളാണ്. സിറിയ, ഇറാഖ് ഇവിടങ്ങളിലൊക്കെ കറങ്ങി മനസ്സിലായി ഈ ഖുർആൻ ആളുകൾ പോകുന്നത് പല രീതിയിലും പല കോലത്തിലും പോകുന്നു. കുറച്ചു കഴിഞ്ഞാൽ അത് അടിയാവും, ഭിന്നിപ്പാവും എന്ന് അത് മനസ്സിലാക്കി ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ഉസ്മാൻ റളിയല്ലാഹു അൻഹു സകല കോപ്പികളും ഹഫ്സയുടെ കയ്യിലുണ്ടായിരുന്ന കോപ്പി വിളിച്ച് ഖുറൈശി ലഹജയിലേക്ക് അത് മാറ്റുകയും ബാക്കിയെല്ലാം കത്തിച്ചു കളയാൻ പറയുകയും അത് പ്രധാനപ്പെട്ട 7 പട്ടണങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ വിവിധ ഖുർആൻ വരെ കോപ്പികൾ, വിവിധ രീതിയിലുള്ള ഖുർആൻ കോപ്പികൾ മുസ്ലിം ഉമ്മത്തിൽ പരക്കുകയും പ്രചരിക്കുകയും അങ്ങനെ വലിയ ഫിത്നയിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒന്നിനെ തടയിട്ടത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സമയോചിതമായ ഇടപെടലാണ്. മുസ്ലിം ഉമ്മത്ത് ലോകാവസാനം വരെയും ഖലീഫ ഉസ്മാന് അതിൽ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവസാനത്തിലേക്ക് കടക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയും വധിച്ചേ മതിയാകൂ എന്ന് ഇറാഖിൽ നിന്നും ഈജിപ്തിൽ നിന്നും സിറിയയിൽ നിന്നും വന്ന കലാപാരികൾ തീരുമാനിച്ചു. 4 മാസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് അവർ ഉപരോധിച്ചു. ഓരോ ദിവസം കഴിയുന്തോറും ഉപരോധം ശക്തമായി വന്നു എന്നാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി 3000-ഓളം വരുന്ന കലാപകാരികളോട് ഏറ്റുമുട്ടാൻ 700-ഓളം വരുന്ന സഹാബികൾ അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും കാവലുണ്ടായിരുന്നതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെയും സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും മുഗീറ, കഅബ് ഇബ്നു മാലിക്, ഹസൻ, അബൂ ഹുറൈറ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. സീനിയറും ജൂനിയേഴ്സും ആയിട്ടുള്ള സഹാബികളൊക്കെ. പക്ഷെ തനിക്ക് വേണ്ടി വാളെടുക്കരുത് എന്ന് അദ്ദേഹം കർശനമായി സഹാബികളെ വിലക്കി. അതിന് അദ്ദേഹത്തിന്റെ ന്യായങ്ങൾ: ഒന്ന്, മുസ്ലിങ്ങൾ പരസ്പരം പടവെട്ടി മരിക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, മാ കുന്തു ലിഅകൂന അവ്വല മൻ യസ്ഫികു ദമ ഫീ ഉമ്മത്തി റസൂലില്ലാഹ്. അള്ളാഹുവിന്റെ ദൂതന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സമുദായത്തിൽ ആദ്യമായി രക്തം ചിന്തുന്ന ആള് ഞാനായിക്കൂടാ, എന്റെ പേരിലായിക്കൂടാ എന്ന വാശി അദ്ദേഹം കാണിച്ചു. അവരെന്നെ വധിക്കുകയാണെങ്കിൽ വധിക്കട്ടെ, തന്റെ പേരിൽ മുസ്ലിങ്ങൾ പരസ്പരം രക്തം ചിന്തുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ഞാൻ പേടിക്കുന്നു എന്നാണ് അദ്ദേഹം. 2, കലാപകാരികളുടെ ആവശ്യം തന്റെ ജീവനാണ്. തന്റെ ജീവൻ എടുത്താൽ പ്രശ്നം തീരുമല്ലോ. അതിനുവേണ്ടി ഒരുപാട് മുസ്ലിം ജീവനുകൾ ബലി കൊടുക്കുന്നത് ശരിയല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നയം. മറ്റൊന്ന്, ഒരു കലാപത്തെ തുടർന്ന് താൻ വധിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഉസ്മാൻ ഇന്നല്ലാഹ മുഖമ്മിസുക ഖമീസൻ ഫഇൻ അറാദകൽ മുനാഫിഖൂന അലാ ഖൽഇഹി ഫലാ തഖ്ലഉഹു. ഉസ്മാനെ, അങ്ങ് കുപ്പായമണിഞ്ഞാൽ, അള്ളാഹു അങ്ങയെ കുപ്പായമണിയിക്കാൻ ഉദ്ദേശിച്ചാൽ കപടവിശ്വാസികൾ താങ്കളെ ആ കുപ്പായം ഊരാൻ വേണ്ടി പറയും, താങ്കൾ ഊരരുത്. ഇവിടെ കുപ്പായം എന്ന് ഉദ്ദേശിച്ചത് ഇതൊരു ഹദീസാണ് പറയും. ഇത് 3 വട്ടം റസൂൽ പറഞ്ഞു എന്നാണ്. കമീസുൽ ഖിലാഫത്തിനെയാണ് ആ ഉദ്ദേശിച്ചതെന്നാണ്. കണ്ടോ, കലാപകാരികളുടെ ആവശ്യം എന്തായിരുന്നു? ഉസ്മാൻ രാജിവെക്കണം, ഖിലാഫത്ത് സ്ഥാനം ഒഴിയണം. അദ്ദേഹം ഒഴിഞ്ഞില്ല.
ഒന്ന് റസൂലിന്റെ ഈ കൽപ്പന, രണ്ട് അദ്ദേഹം അങ്ങനെ ഏതെങ്കിലുമൊക്കെ ജനവിഭാഗങ്ങൾ ഭരണാധികാരികൾ സ്ഥാനം ഒഴിയണമെന്ന് പറയുകയും ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്താൽ പിൽക്കാലത്ത് വരുന്ന ആളുകൾ അത് മാതൃകയാക്കും. അത് പിടിച്ചിട്ട് ഉസ്മാൻ അള്ളാഹു രാജിവെച്ചു, പിന്നെ താങ്കൾക്ക് എന്താണ് രാജിവെച്ചാൽ താങ്കൾ ഉസ്മാനേക്കാൾ വലിയ ആളാണോ എന്നുള്ള ഒരു പ്രവണത ഉടലെടുക്കും. അത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയ്ക്ക് കോട്ടം തട്ടും. ഇങ്ങനെയുള്ള കാരണങ്ങളാൽ അദ്ദേഹം അതിന് വിസമ്മതിച്ചിരുന്നു എന്നാണ്. അപ്പോ ഈ കലാപത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് റസൂല് നേരത്തെ തനിക്ക് തന്ന വസീയത്തിന്റെ, പ്രവചനത്തിന്റെയും വസീയത്തിന്റെ ഭാഗമാണ് എന്ന്. അങ്ങനെ വധിക്കപ്പെടുന്നതിന്റെ തലേന്ന് രാത്രി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അതോടുകൂടി അദ്ദേഹം അത് ഉറപ്പിച്ചു എന്നാണ്. ആ ദിവസങ്ങളിലൊക്കെ, അവസാന ദിവസങ്ങളിലൊക്കെ അദ്ദേഹം നോമ്പുകാരനായിരുന്നു. വധിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹം നോമ്പിലായിരുന്നു. അപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ, ഇനി താങ്കൾ അത്താഴം കഴിച്ചാണല്ലോ കിടക്കുന്നത്, ഇനി നോമ്പ് തുറക്കുന്നത് നമ്മുടെ അടുത്ത് വന്നിട്ടാകാം എന്ന് റസൂല് സ്വപ്നത്തിൽ അദ്ദേഹത്തോട് ഒന്ന് പറഞ്ഞു. ഷഹാദത്തിന്റെ സമയം അടുത്തു എന്ന് അദ്ദേഹം ഈ സ്വപ്നത്തിലൂടെ മനസ്സിലാക്കുന്നു. പിറ്റേന്ന് കൊല്ലപ്പെടുന്ന അന്ന് പകൽ കലാപകാരികളോട് അദ്ദേഹം പറയുകയാണ്, ജനങ്ങളെ നിങ്ങൾ എന്നെ കൊല്ലരുത്, എന്നെ കൊന്നാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ സ്നേഹത്തിൽ കഴിയുകയില്ല, എന്റെ കാലശേഷം നിങ്ങൾ ഒരിക്കലും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഒരു ജമാഅത്ത് നടക്കില്ല. അപ്പോ താൻ മരിക്കുന്നതിനെ കുറിച്ചല്ല, കൊല്ലപ്പെടുന്നതിനെ കുറിച്ചല്ല, ഉമ്മത്തിന്റെ ഭാവിയെ ഓർത്തുള്ള ഉത്കണ്ഠയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നെന്നാണ്. ഇതും പറഞ്ഞ് അദ്ദേഹം തന്റെ മുറിയിൽ കടന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് മുസ്ഹഫ് കയ്യിലെടുത്ത് തന്റെ ഏറ്റവും ഇഷ്ടകർമ്മമായ ഖുർആൻ പാരായണത്തിൽ മുഴുകി. കലാപകാരികൾ വാതിൽ പൊളിച്ച് കയറി വന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കൊല്ലാൻ സമയത്ത് അദ്ദേഹം ഓതിക്കൊണ്ടിരുന്ന ആയത്ത് ഏതാണെന്നറിയോ? സൂറത്തു ആലു ഇമ്രാനിലെ 173 ആയത്താണ്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാന വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അർത്ഥം കേൾക്കണോ? കലാപകാരികൾ ഉസ്മാന്റെ വീട് വളഞ്ഞ് അവസാനം ദിവസം 4 മാസത്തിനൊടുവിൽ ദുൽഹജ്ജ് 18-ന് വാതിൽ തല്ലിപ്പിടിച്ച് അദ്ദേഹത്തെ കൊല്ലാൻ ഉദ്ദേശിച്ചുകൊണ്ട് വന്നപ്പോ അദ്ദേഹം ഓതിക്കൊണ്ടിരുന്ന ആയത്ത്, ജനങ്ങൾ നിങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടുക എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അത് അവരുടെ ഈമാൻ വർദ്ധിപ്പിക്കുകയും ഞങ്ങൾക്ക് അള്ളാഹു മതി, തവക്കുൽ ചെയ്യാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാണ് എന്ന് പറയുകയും ചെയ്തവരാണ് വിശ്വാസികൾ. എന്തൊരു കോണ്ടെക്സ്റ്റ് നോക്കി. പക്ഷെ ഇതൊന്നും അവര് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഇരുന്ന ഇരിപ്പിൽ ഇളകാതെ അദ്ദേഹം ഖുർആൻ പാരായണം തുടർന്നുകൊണ്ടേയിരുന്നു. ആദ്യത്തെ വെട്ട് കൊണ്ടത് വലത് കൈയിലാണ്. വലത് കൈ മുറിഞ്ഞു തൂങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖുർആനായത്തുകൾ എഴുതിയ ആദ്യത്തെ കൈക്കാണ് നിങ്ങൾ വെട്ടിയത്. അദ്ദേഹം കാത്തിബ് റസൂലില്ല, റസൂലുള്ളാഹിയുടെ വഹി എഴുത്തുകാരിൽ ഒരാളും കൂടിയായിരുന്നു സ്മർദാനനും. മുഹമ്മദ് ബിൻ അബൂബക്കർ അദ്ദേഹത്തിന്റെ താടിക്ക് പിടിച്ചു എന്നാണ്. അപ്പൊ പറഞ്ഞു, യബ്ന അഖി, സഹോദരപുത്ര, അങ്ങയുടെ പിതാവ് ബഹുമാനിച്ചിരുന്ന താടിയാണത്. അപ്പോ മുഹമ്മദ് ബിൻ അബൂബക്കറിന് വല്ലാത്ത ലജ്ജ അനുഭവപ്പെടുകയും വൈക്ലഭ്യം അനുഭവപ്പെടുകയും അദ്ദേഹം ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു എന്നാണ്. അദ്ദേഹം അവിടെ നിന്ന് പോവുകയും ചെയ്തു എന്നാണ്. തെറ്റുധാരണയുടെ പുറത്താണ് കേട്ടോ അതൊക്കെ സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് തുടർച്ചയായി വെട്ടുകളേറ്റു, രക്തം കുത്തിയൊഴുകി. രക്തം മുസ്ഹഫിലാകുമെന്ന് ഭയന്ന് അദ്ദേഹം മുസ്ഹഫ് മാറോട് അണച്ചു പിടിച്ചു. രക്തം താടിയിലൂടെ ഒലിച്ചിറങ്ങുന്ന സമയത്ത് അദ്ദേഹം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ് മുസ്ഹഫ് അടച്ച് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു. കലാപകാരികൾ തങ്ങളുടെ ദുഷ്കൃത്യം പൂർത്തിയാക്കി. അന്ത്യശ്വാസം വലിക്കുമ്പോൾ മുസ്ഹഫ് അദ്ദേഹത്തിന്റെ മാറിനോട് ചേർന്നിരിക്കുകയായിരുന്നു എന്നാണ്. തന്റെ കാരണത്താൽ ഫിത്നയുടെ ഒരു വാതിലും തുറക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തീരുമാനിച്ചിരുന്നത്. കലാപകാരികൾ തന്നെ കൊന്നോട്ടെ എന്ന് തീരുമാനിച്ചത് വീരത്വം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിഡ്ഢിത്തപരമായ ഒരു തീരുമാനമൊന്നും ആയിരുന്നില്ല. വളരെ സൂക്ഷ്മവും ത്യാഗബുദ്ധിയും അങ്ങേറ്റത്തെ ധീരതയും വേണ്ട ഒന്നാണ്. സാധാരണ ഭരണാധികൾ എന്താ ചെയ്യുക? തനിക്ക് വേണ്ടി എത്ര പേര് കൊല്ലപ്പെട്ടാലും ശരി, താന്റെ ജീവൻ രക്ഷപ്പെടണം എന്നാണല്ലോ. അതിന് നേർവിപരീതമായി തന്റെ പേരിൽ മുസ്ലിങ്ങൾ രക്തം ചിന്തരുത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അപ്പൊ ഫിത്നയുടെ വാതിൽ തുറക്കപ്പെടും എന്ന് റസൂലുള്ളാഹിയുടെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ കാലത്ത് അത് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ്. അങ്ങനെ ഹിജ്റ 35 ദുൽഹജ്ജ് മാസം 18-ാം തീയതി വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്രയാവുകയാണ് ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വധത്തോടു കൂടി മുസ്ലിം ലോകം ചിന്നിച്ചിതറി. ഉസ്മാനെ വധിക്കാൻ ഊരപ്പെട്ട വാൾ പിന്നീട് ഒരിക്കലും മുസ്ലിം ഉമ്മത്തിൽ ആ വാള് അകത്തേക്ക് പോയിട്ടില്ല, ഉറയിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നാണ്. പരസ്പരം ഉള്ള രക്തം ചിന്തൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഉദ്ഘാടനം കുറിച്ചത് ഉസ്മാനെതിരെ ഉയർന്ന ആദ്യത്തെ വാളാണ്, ശപിക്കപ്പെട്ട ആ വാളാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.